തന്നെ ഇന്ന് കഴിഞ്ഞ ഒരു വർഷം കർത്താവ് എന്നെ പഠിപ്പിച്ചതും കർത്താവിന്റെ കഷ്ടതയിൽ എന്നെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ എന്തെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മൾ കാത്തിരിക്കാം. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീശന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആഗ്രഹത്തോടും ആകാംക്ഷയോടും കൂടെ ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഞാനല്ല, സിസ്റ്റർ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ അറിയത്തുള്ളൂ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടപെട്ട് സംസാരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ ദിവസത്തിൽ അടച്ച് നമുക്ക് ദിവസത്തിൽ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഐക്യമത്യപ്പെട്ട് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപിടമാകിയാൽ അങ്ങയുടെ പാദപിടത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ കുഞ്ഞുങ്ങളായ അടിയങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അപ്പാ, ഈ കാലം ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ ദൈവമേ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തെന്ന് എന്റെ പിതാവ് നല്ലതുപോലെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ഹൃദയങ്ങൾ അറിഞ്ഞ്, അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ്, അവർക്ക് എവിടെയാണ് ഹല്ലേലൂയ ഇന്നത്തെ വചനം ആവശ്യമായിട്ടുള്ളത് അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന്, ചിലരെ ചെത്തേണ്ടതിന്, ചിലരെ മിനുക്കേണ്ടതിന്, ചിലരെ ഹല്ലേലൂയ തീയിൽ ശോധന ചെയ്യുന്നത് പോലെ ഈ വചനം ശോധന ചെയ്യട്ടെ. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ വചനം ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയമടി ഇവിടെ കൈമാറുമ്പോൾ അത് ചിലരെ ഹല്ലേലൂയ ചെത്തട്ടെ കർത്താവേ. ചിലരുടെ ഹൃദയങ്ങളെ അത് കീറി മുറിക്കട്ടെ കർത്താവേ. ചിലർ പാപബോധമുള്ളവരായി ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവിലേക്ക് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ജീവിതങ്ങളിൽ ഈ വചനത്തിന്റെ പ്രവൃത്തി അത് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളിലും ഈ വചനം അനുഗ്രഹമായി തീരണം. വചനം ഷെയർ ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അടിയനെ ഏറ്റെടുത്താട്ടെ, അടിയന്റെ നാവിനെ ഏറ്റെടുത്താട്ടെ. വചനം അങ്ങയുടെ ഇത് പറയുന്ന ഞാനും അങ്ങയുടെ ഇത് കേൾക്കുന്നവരായ ഓരോ വ്യക്തികളും അങ്ങയുടെ മക്കളാണ്. ആകയാൽ എല്ലാവരിലും ആ വചനം ഹല്ലേലൂയ തൃപ്തിയായി തീരേണ്ടതിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് വചനത്തെ ഏൽപ്പിക്കുന്നു. അങ്ങ് വാഴ്ത്തിയാട്ടെ, അങ്ങ് അത് നുറുക്കിയാട്ടെ, അങ്ങ് അത് കൊടുത്താട്ടെ. അപ്പാ ഹല്ലേലൂയ, ഞാൻ കുറയണം അപ്പാ, അങ്ങ് വളരണം. അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വചനം ശുശ്രൂഷിപ്പാനടിന് ശാരീരികമായും മാനസികമായി ആത്മീയമായി ബലത്തെ നൽകി തന്നാട്ടെ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തന്നാട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. അടിയനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തിയേൽപ്പിക്കുന്ന സകല മാനവ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി നമ്മൾക്കൊരു വചനം വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 17-ന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും അതൊന്ന് എനിക്ക് വായിച്ചു തരാമോ? യെഹെസ്കേൽ 17-ന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരം എടുത്തു നടും. അതിന്റെ ഇളംചില്ലകളുടെ അറ്റത്ത് നിന്ന് ഇളതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും. ഇസ്രായേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. അതിന്റെ കീഴിൽ പലവിധ ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായി ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായി ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഈ ഒരു വചനം ഞാനിത് വായിക്കുവാനിടയായി തീർന്നപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചതും എന്റെ ജീവിതത്തിൽ അതെങ്ങനെ അതിന്റെ അർത്ഥങ്ങളും ആഴങ്ങളും മർമ്മങ്ങളും കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചു എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വചനം ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം തന്നെ ആ ദൂതിലേക്ക് കടന്നിട്ട് പറയാം ഇത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന്. ഈ 2025 ദൈവം ഈ മെസ്സേജ് പറയുമ്പോൾ ചില സെപ്പറേഷനിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇതുവരെ പോയതുപോലെ ഒരു പോക്കല്ല, ഇതുവരെ നടന്ന ഒരു വഴിയല്ല. സെപ്പറേഷൻ, ചിലതിൽ നിന്ന് എടുത്ത് പറിച്ച് മാറ്റി നട്ട് ഒരു സെപ്പറേഷനിലേക്ക്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ചിലരെ ഈ വർഷം സെപ്പറേറ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. ആദ്യം തന്നെ ദൂത് പരിശുദ്ധാത്മാ പറയുക. നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ പറയുന്നുണ്ടാവാം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഈ വേദനയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഈ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്റെ സത്യാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ ജേർണിയിൽ
ഒറ്റപ്പെട്ട് പൊക്കോണ്ടിരിക്കുക എന്ന് പറയുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയാ, സത്യ, നിങ്ങൾ ഒറ്റപ്പെട്ടേക്കോ, അത് വേറെ ഒന്നിനും ആലുമല്ല, ഞാനാണ് ആ അവസ്ഥ വരുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ആഴമായി വചനത്തിൽ നിന്ന് പഠിക്കാം. ഇവിടെ പറയുന്നത്, ഞാൻ ആദ്യം ഈ വചനം ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഇസ്രായേൽ ഗ്രഹത്തോട് അനുബന്ധിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നതെങ്കിലും, യഹോവയായ ദൈവം ഇസ്രായേലിനോടാണ് ഈ വചനം പറയുന്നതെങ്കിലും, പുതിയ നിയമ ഇസ്രായേലായ നമ്മളോട് ഈ ദൂതിൽ നിന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ ഉയർന്ന ഒരു ദേവദാരുവിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള നല്ല ഭംഗിയുള്ള ദേവദാരു, ആ ദേവദാരുവിന്റെ ഇളം ചില്ലയിൽ നിന്ന് ഒരു കൊമ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് അതിനെ ചിന്തിക്കണേ കേട്ടോ. എന്നാലേ ആ വചനത്തിന്റെ ആഴം എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ആഴമേറിയ ഒരു നിധിയായിരുന്നു നമ്മൾ അത് കുഴിച്ചെടുക്കാൻ പോകുന്നു. വളരെ ആഴമേറിയ ഒരു ദൂത കിടക്കുന്നത്. ഈ ഉയർന്ന ദേവദാരു ഭയങ്കര ഒരു വൃക്ഷമാണ്. ദേവദാരു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങൾക്കൊക്കെ ഇവിടെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ദേവദാരുവിനെ. നല്ല ഭംഗിയാ കാണാൻ. ചില്ലകൾ ഇങ്ങനെ വിടർത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ. ഈ ദേവദാരുവിന്റെ ചില്ലകളിൽ നിന്ന് ഇളതായ ഒരു കൊമ്പ്, ഇളതായ കൊമ്പെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പിള്ളേർ കുരുത്തക്കേട് കളിക്കും ഓടിച്ച് നമ്മളൊരു ചില്ല ചുമ്മാ ഒന്ന് ഒരു കുഞ്ഞൊരു പേരക്കമ്പൊക്കെ ഓടിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൊരു ഇളം കൊമ്പ്, അല്ല വലിയ നീളവും പൊക്കവും മണ്ണോളവും ഒന്നും അല്ല. ഈ കൊമ്പിനെ മുറിച്ചെടുത്തിട്ട് പറയുക, ഈ കൊമ്പിനെ ഞാൻ എവിടെ കൊണ്ട നടു എന്ന് മനസ്സിലായോ? അവിടെ പറയുന്നത്, അതിന്റെ ഇളം ചില്ലകളുടെ അറ്റത്ത് നിന്ന് ഒരെണ്ണത്തെ പറിച്ചിട്ട് ഞാൻ ഉന്നതമായ ഒരു പർവ്വതത്തിൽ നടും. പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് ഇതിനെ നടുക. ഞാൻ ചോദിക്കട്ടെ, പർവ്വതത്തിൽ, നിങ്ങളൊക്കെ പർവ്വതങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തും മലകളും കുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് ഒരു കൊമ്പ് നട്ട് ആരെങ്കിലും കാണുമോ? ഒരു മരം ഉണ്ടേ കാണാന്ന് പറഞ്ഞു, പക്ഷെ താഴെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല, ഇല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കാണാൻ പറ്റത്തില്ല. നമ്മൾ ദൂരെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഒരു കൊമ്പ ഇവിടെ പറയുന്ന ഒരു കൊമ്പ്, ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ദേവദാരു എന്ന് പറയുന്ന ഒരു വൃക്ഷം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ചില്ലകളുണ്ട്, ഒരുപാട് ഇലകളുണ്ട്, എല്ലാത്തിനാലും കാണാൻ ഭംഗിയുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ ആ ചില്ലകളിൽ കംഫോർട്ടബിൾ ആയിട്ട് സന്തോഷമായിട്ട് ഇരുന്നതാണ് ഈ കൊമ്പ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ഉണ്ടായിരുന്നു ചുറ്റും. മനസ്സിലായോ? അതിന്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്നാൽ ഒരു ദിവസം നിങ്ങൾ പോലും അറിയാതെ ഈ കൊമ്പിനെ ഒരു അറ്റത്ത് നിന്ന് അതിനെ ഒടിച്ചെടുത്തിട്ട് ഈ സൃഷ്ടാവ് പറയാ, ഞാൻ നിന്നെ കൊണ്ട് വേറൊരു സ്ഥലത്ത് നടുക. ഈ കൊമ്പും വൃക്ഷവുമായിട്ടൊരു കോൺവെർസേഷൻ, സംഭാഷണം നമുക്കൊന്ന് നോക്കിയാൽ, ഈ കൊമ്പ് എന്തായിരിക്കും പറിച്ച ആളോട് ചോദിക്കുന്ന അറിയാമോ? എന്തിന് എന്നെ ഇവിടുന്ന് പറിക്കുന്നു? മനസ്സിലാകുന്നുണ്ടോ? ഈ മരത്തിൽ ഞാൻ സന്തോഷവാ, എനിക്ക് എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? എല്ലാവരും എന്റെ കൂടെയുണ്ട്, ചുറ്റുമുണ്ട്. എന്നെ എന്തിന് പറിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ യഹോവയായ ദൈവം പറയാ, എനിക്കൊരു പർപ്പസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ ആ പർപ്പസ് നടക്കത്തില്ല, നിന്നെ ഞാനൊന്ന് പറിച്ച് മാറ്റി നടാൻ പോവാ. എവിടെ കൊണ്ടാ നടന്നെന്നറിയോ? പർവ്വതത്തിന്റെ മുകളിൽ. നിങ്ങൾ എത്ര പേര് മലകളുടെ മുകളിൽ പോയിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ പോയിട്ടുണ്ട്, നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇഷ്ടം മലയുടെ ഒക്കെ മുകളിൽ കയറിപ്പോകാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തോന്നുന്നൊരു കാര്യം, ഭയങ്കര കാറ്റാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഗമണ്ണിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്കറിയാം ടോപ്പിൽ ഇത് ഭയങ്കര കാറ്റാ. താഴെ ഇല്ലാത്തൊരു കാറ്റാ ഇവിടെ ചെല്ലുമ്പോ, മുകളിൽ അല്ലെ? എപ്പോഴും കാറ്റാ. കാറ്റില്ലാത്തൊരു സമയം നിങ്ങൾ ആരെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും കാറ്റാ. ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ഈ എന്താ പറയുക, വൃക്ഷങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ഇല്ലേ? എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന വൃക്ഷം, ഈ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോ ദാണ്ട് ദൂരെ ഈ ഒരു കൊമ്പ് നിൽക്കുകയാ ഒറ്റയ്ക്ക്. ഈ കൊമ്പിനോട് നമ്മൾ ചോദിക്കുക, എന്തുവാ പറ്റിയത്? എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പറയും, എനിക്ക് അറിയത്തില്ല, ഞാൻ ആകെ സന്തോഷമായിരുന്നു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പെട്ടെന്നാണ് എന്നെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ട നട്ടത്. നട്ടപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇതിന്റെ ചുറ്റും നിൽക്കുന്നത് ഒരുപാട് വൻവൃക്ഷങ്ങൾ അല്ലെ? പർവ്വതത്തിൽ ഞാൻ അത് നടും, അത് കൊമ്പുകളെ പുറപ്പെടുവിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം നിങ്ങളുണ്ട്, ഇവിടെ അനേക വൃക്ഷങ്ങളുടെ നടുക്ക് ഇതിനെ വെക്കുമ്പോൾ പറയാ, ഉയർന്നിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്, ഉന്നതമായ വൃക്ഷങ്ങളുണ്ട്. ദൈവം പറയാം, പക്ഷെ അതിന്റെ നടുവിൽ ഞാൻ നിന്നെ നട്ടിട്ട് ഞാൻ നിന്നെ അവിടെ വളർത്തും. ഇല്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സിസ്റ്ററെ, ഈ വചനവും ഞങ്ങളുടെ ജീവിതവും എന്താണ് അതിന്റെ റിലേഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ തലമുറകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി തലത്തിലായിരിക്കാം. ചില സമയത്ത് ദൈവം നമ്മളെ ചിലയിടത്തുനിന്ന് പറിച്ച് മാറ്റി നടും.
എന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുക, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിൽ അന്ന് നടന്ന എന്റെ മാതാപിതാക്കളിൽ നിന്ന് എന്നെ അകറ്റിയപ്പോഴാണ്. അത് ഞാനിപ്പോ അമേരിക്കയിലോട്ട് വന്ന സമയത്ത് ദൈവം അകറ്റി എന്ന് പറയാൻ റീസൺ അതിന്റെ ആത്മീകവൽക്കരിച്ച വിവാഹം കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയതാ. പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്ക് കൊണ്ട നട്ടു. ഞാൻ നോക്കുമ്പോൾ ചുറ്റും വലിയ വലിയ ആൾക്കാര്, ഞാൻ വെറും ഒരു സാധാ കൊമ്പായിട്ട് നിൽക്കുക. എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. അതായത് കാറ്റ, പല രീതിയിലുള്ള കാറ്റുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൊമ്പ് ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ കൊമ്പിനെ നോക്കിയപ്പോൾ ഇപ്പൊ പോവും, ഇപ്പൊ താഴെ വീഴും, ഇപ്പൊ താഴെ വീഴുന്ന മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇപ്പൊ ചിന്തിക്കുന്നത് ഞാൻ വീഴും, ഞാൻ തകർന്നു പോകും, എനിക്ക് തോന്നുന്നില്ല ഈ കാറ്റിനെ അതിജീവിക്കാൻ, ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഈ കാറ്റിനെ അതിജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയാ, ഞാൻ അതിനെ നട്ടത്. കർത്താവ് പറയാം, ഞാൻ അതിനെ നട്ടത്. എനിക്കറിയാം നീ വെറും കൊമ്പാണെന്ന്, ചുറ്റുമുള്ളത് വൻ മരങ്ങളാണെന്ന് എനിക്കറിയാം. അത് ശുശ്രൂഷപരമായി നോക്കുമ്പോഴും വലിയ ശുശ്രൂഷകരുടെ നടുവിലായിരിക്കാം ഞാൻ നിന്നെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്നൊരു ആലോചന കൈമാറുകയാ. അവിടെ അവസാനം പറഞ്ഞത് കേട്ടോ, യഹോവയായി ഞാൻ പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ഈ യഹോവയായ ദൈവം ചിലരെ നോക്കി പറയാ, ചിലയിടത്ത് നിന്ന് നിന്നെ പറിച്ച് അറുത്തു മാറ്റി മറ്റൊരിടത്ത് നട്ടതിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പക്കൽ നിന്നെ കുറിച്ചുള്ള വിളി ഭയങ്കരമാണ്. വെറും ഒരു കൊമ്പായി ഒരു വൃക്ഷത്തിന്റെ കൂടെ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പകരം നിന്നെ ഒരു വൃക്ഷമാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെ മേലുള്ള വിളി അങ്ങനത്തെയാ. ഹല്ലേലൂയ. എന്നും ഒരേ കോൺഗ്രിഗേഷനിൽ നിന്ന്, ഒരേ രീതിയിൽ നിന്ന്, ഒരേ ആത്മീയ തലത്തിൽ നിർത്തുവാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പകരം നിന്നെ ഒരു സ്ട്രോങ് മരമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് പറയുക, ഞാൻ നിന്നെ മുറിച്ചെടുത്ത് മാറ്റി ചിലയിടത്ത് നട്ടേക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് ആയിരിക്കുന്ന ശുശ്രൂഷ മേഖല, ചിലപ്പോൾ ഞാൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ, കേരളത്തിൽ എന്റെ പപ്പാടെയും അമ്മയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാനൊരു സാധാ വിശ്വാസിയായി ഞാൻ ഇങ്ങനെ അങ്ങ് പോയേനെ. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ പോലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ നാട്ടിൽ വെച്ച് ഒരിക്കൽ പോലും ഒരു പ്രസംഗം പ്രസംഗിച്ചില്ല. ആകെ പ്രസംഗിച്ചിട്ടുള്ളത് PYPക്ക് കോമ്പറ്റീഷന് പോകുമ്പോഴാണ്. അത് പ്രസംഗിക്കുന്ന എന്തിനാ? പ്രൈസിന് വേണ്ടിയാ, ചർച്ചിന് പോയിന്റ് കിട്ടാൻ വേണ്ടിയാ, അല്ലാതെ ആത്മീക വർദ്ധനവിന് വേണ്ടി ഒന്നും ആയിരുന്നില്ല. മനസ്സിലായോ? അന്നും എനിക്ക് ഒരു പ്രാവശ്യം കണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനധികം കോമ്പറ്റീഷൻസ് ആൾക്കാരില്ലാഞ്ഞതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. മനസ്സിലാകുന്നത്? അല്ലാതെ പ്രസംഗിക്കാൻ കഴിവോ അങ്ങനെയുള്ള ഒരു കഴിവോ ഉള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് കർത്താവിനോട്, കർത്താവ് എന്തിനാ എന്നെ തെരഞ്ഞെടുത്തത്? മനസ്സിലാവും. ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അപ്പ എന്നെ എന്തിനാ തെരഞ്ഞെടുത്ത്? എന്നൊക്കെ കഴിവുള്ള വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്, ദൈവമേ എന്നെ എന്തിനാ തെരഞ്ഞെടുത്ത്? ഞാൻ ഇവിടെ ഉടങ്ങിയിരുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം, അല്ല, എനിക്ക് നിന്നെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ട് നടന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 7 വർഷം എന്നെ ഇവിടെ കൊണ്ട് നട്ടതിന്റെ ഉദ്ദേശങ്ങൾ ഓരോന്നോരോന്ന് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ വചനം ഭയങ്കര പവർഫുള്ളാണ്. ഞാൻ ഈ വചനം പറയാൻ കാരണം 2018 സെപ്റ്റംബർ മാസം 3-ാം തീയതി, 2018 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഞാൻ 2018 ജൂണിൽ അമേരിക്കയിൽ വരുന്നത്. ഞാൻ എന്റെ ആദ്യത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം, ഞാൻ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ല. എനിക്ക് എന്റെ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞ, ഹസ്ബൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഫാമിലി ഒക്കെ വേറൊരു സ്റ്റേറ്റിലാണ്, അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്ക്. അച്ഛൻ ജോലിക്ക് പോകും. ഞാൻ ഈ രാജ്യത്ത് വന്ന് ഒരു വീടിനകത്ത് ഒരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയ്ക്ക്. എനിക്ക് ആരും പരിചയമില്ല. നമ്മൾ പറഞ്ഞ ചർച്ചിലൊക്കെ പോയെങ്കിൽ ഹായ് ഹായ് അത്രേ ഉള്ളൂ. എനിക്ക് ആരും വലിയ പരിചയമില്ല, നമുക്ക് കൂട്ടുകാരായിട്ടില്ല. ഞാൻ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദം വലുതാ. ഒന്ന് പ്രഗ്നൻസിയുടേതായ പ്രയാസങ്ങൾ എന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് ഭയങ്കര ഛർദില്, ഫുഡ് കഴിക്കാൻ പറ്റും, ഇതൊക്കെ ഉണ്ട്. ആരോടും എനിക്കൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ കൊതിക്കുന്ന ഒരു ടൈം ആരുമില്ല. ആ സമയത്താണ് ഞാൻ തകർന്നു പോയത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പ എനിക്കൊന്ന് വീട്ടിൽ പോകണം, എന്റെ മമ്മിയെ കാണാം, എനിക്ക് മമ്മിയുടെ കൂടെ ഒന്ന് ഇരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. ആ സമയത്തൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കിടന്ന് കരയുക. രാവും പകലും മമ്മിയെ വിളിച്ച് കരയും, മമ്മി എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക, എനിക്ക് അങ്ങോട്ട് വരണം, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ മമ്മി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും നേടിയെടുത്തൊരു വാക്തത്വമാണ് ഇന്ന് നീ അവിടെ ആയിരിക്കുന്നത് എന്ന് വെച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമേരിക്ക വരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അമേരിക്കക്കാരനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. പകരം വാക്തത്വം ഉണ്ടായിരുന്നു എന്നോട്. എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടതാണ്. അതുകൊണ്ട് എന്റെ മമ്മിക്ക് അറിയാം എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടെന്ന്. ഞാൻ ഈ രാജ്യത്തിലേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു കർത്താവിന്റെ ദാസനെ കൂടെ എന്നോട് ശക്തമായ ഒരു ദൂത് അരുളി ചെയ്തു. ആ ദൂത് ഇതായിരുന്നു, ഞാൻ നിന്നെ ആ രാജ്യത്തേക്ക് വിടുന്നത് ജോലി ചെയ്യാനല്ല, എന്റെ വേലയ്ക്ക് വേണ്ടിയാണെന്നും. അതൊരു വാക്തത്വമായി എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ അമേരിക്ക വന്ന് താമസം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഒരു കൊമ്പിനെ മുറിച്ചെടുത്ത പോലെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് നട്ടു, ആരും ചുറ്റുമില്ല. ഞാൻ വളരെ പ്രതിസന്ധി കൂടെയും പ്രയാസത്തിൽ കൂടെയും
കടന്നു പോകുന്നു. നിങ്ങൾ ഓർക്കരുത് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആണെന്ന് ചിന്തിക്കരുത്. അതിനേക്കാൾ ഉപരിയായി മാനസികമായി തകർന്നിരുന്ന ഒരു സമയമാണ്. വേറൊന്നും അല്ല, കാരണം ഞാൻ ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇതുവരെ അക്സ ജീവിച്ചതുപോലെ ഞാൻ ഓർത്തത് ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്, ആത്മീയത്തിലൊന്നും കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ടോ, കുഴപ്പം തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നെ കാണിച്ചു തരിക, ഇല്ല മോളെ, ഒരുപാട് കുറവുകൾ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്ന ഒരു സീസൺ ആയിരുന്നെന്ന്. ആ സീസൺ എനിക്കിത് മനസ്സിലാവണമെങ്കിൽ ഞാൻ തകർന്നേ പറ്റത്തുള്ളായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്? നമ്മൾക്ക് ഒരു വേദന വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, കർത്താവേ ഇനി ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും പാപം കൊണ്ടാണോ എനിക്കിത് വന്നത്? അതുവരെ നമ്മളത് പ്രാർത്ഥിക്കത്തില്ല. അതുവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? കർത്താവേ മറുപടി തന്നാട്ടെ, എന്റെ മേലുള്ള വിളി വെളിപ്പെട്ടാട്ടെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒട്ടും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒരു വട്ടെങ്കിലും പ്രാർത്ഥിക്കും, കർത്താവേ ഇനി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇത് പ്രാർത്ഥിച്ചാലും പിന്നെയും ചിലർ ആ കുറവ് കണ്ടുപിടിക്കത്തില്ല. മനസ്സിലായോ പറയുന്നത്? പക്ഷെ എന്നെ ദൈവം, ഞാൻ ആ കുറവ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കുറവ് കണ്ടുപിടിക്കാൻ റെഡി ആകുന്നില്ലെന്ന് കണ്ടപ്പോൾ കർത്താവ് വചനത്തിൽ കൂടെ ആ കുറവുകൾ എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. അത് വെളിപ്പെടുത്തി തന്നത് ഇതൊക്കെയായിരുന്നു. എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ, അൺഫോർഗിവ്നെസ്. മനസ്സിലായോ? മറ്റുള്ളവരോട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ചെയ്തത്, വാക്കുകളും അവരെന്നോട് പറഞ്ഞതും അവരെന്നോട് ചെയ്തതുമായ ഓരോ കാര്യങ്ങൾ ഓർത്തിരുന്ന് ഞാൻ വീണ്ടും വീണ്ടും അത് ഓർത്തിട്ട് ആ വ്യക്തികളെ വെറുക്കും. ആ വ്യക്തികളോട് എനിക്ക് ദേഷ്യം തോന്നുന്നു. പിന്നെ ഇവിടെയാ, അവർ വേറൊരു രാജ്യത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലായിരിക്കാം, പക്ഷെ എന്റെ ഉള്ളിൽ കയ്പ് വളരുക. മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? ഇത് കുറവാ ദൈവസന്നിധി. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ചില വേദനകളുടെ കാരണം തിരയുന്നവരോട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് വരുന്നെന്ന് ചോദിക്കുന്നവരോട് ദൈവാത്മാവ് പറയുക, ഒന്ന് നോക്കാമോ സ്വയം? മറ്റുള്ളവരെ പഠിക്കുന്നതിന് പകരം സ്വയം ഒന്ന് നോക്കാമോ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ ഈ വേദനയ്ക്ക് പിൻപിൽ? ആ വേദനയുടെ പിൻപിലെ കുറവ് ഇതാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയാതെ വർഷങ്ങളായിട്ടുള്ളിൽ കൊണ്ട് നടക്കുന്ന ചില കയ്പിന്റെ മനോഭാവം ചിലരിലുണ്ട്. ചില വ്യക്തികളോടൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. അത് കുടുംബമായിരിക്കാം, സ്വന്തക്കാരാവാം. വർഷങ്ങളായിട്ട് പക വെച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാ പറയുക, അത് എന്തിനാ വേദന, ഇപ്പോൾ ആയിരിക്കുന്ന വേദന പ്രതികൂലം എന്തുകൊണ്ട് മാറുന്നില്ലെന്നറിയോ? ഇതുവരെ നീ അത് കണ്ടുപിടിച്ചിട്ടില്ല, എന്നിൽ ആ കുറവുണ്ടെന്ന്. പകരം നമ്മൾ എന്ത് ചെയ്തത്? മറ്റുള്ളവരെ കുറ്റം പറയും. കാരണം അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ ആരാന്ന് ചിന്തിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറയുക, എന്നിട്ടാണ് മറ്റുള്ളവരാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, നിന്റെ കണ്ണിൽ കോലിരിക്കുക, മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കേണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ദൈവം അത് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ അതുവരെ ഞാൻ മറ്റുള്ളവരെ പഠിക്കും. അവരങ്ങനെ ചെയ്തു, അവരങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന അങ്ങനെ. കർത്താവെ അങ്ങ് കണ്ടില്ല അവരെന്നോട് പറഞ്ഞത്, അപ്പാ കണ്ടില്ലേ അവരെന്നോട് ചെയ്തത്, അവരെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? കർത്താവ് ഒരു ദിവസം പരിശുദ്ധാത്മാ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ, അവരങ്ങനെ പറഞ്ഞു, നിന്റെ മനോഭാവം എന്താ ആ വാക്കുകളോടുള്ളത്? അങ്ങനെ ഞാൻ എന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വചനം എന്ന കണ്ണാടി ഞാൻ നോക്കിയപ്പോൾ, യെസ്, ഉള്ളിൽ കിടക്കുന്നത് കയ്പാ. കർത്താവ് പറയാ, എനിക്കിതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എനിക്കിതിനെ ഉപയോഗിക്കണം, പൊന്നിനെ പോലെ ഞാൻ തീയിലേക്ക് ഇതിനെ ഒന്ന് ഇടും. ആ തീച്ചൂളയുടെ അവസ്ഥയായിരുന്നു 2018 തുടക്കം എന്റെ ജീവിതത്തിൽ. തീക്കകത്തിട്ടു ഓരോ കീടങ്ങളെ ദൈവം പുറത്തെടുക്കാൻ തുടങ്ങി. എന്റെ ഉള്ളിലുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, അൺഫോർഗിവ്നെസ്, എനിക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോന്നായിട്ട് വെളിപ്പെടുത്താൻ തുടങ്ങി. ആ വ്യക്തികൾക്ക് പൊറുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നെ പണിയുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അങ്ങനെ ജൂൺ തൊട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ പണി തുടങ്ങിക്കൊണ്ടിരുന്നു. സെപ്റ്റംബർ മാസം 3-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ മറ്റൊരു ഭവനത്തിലാണ്. ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് ശാരീരികമായ അസുഖമുണ്ട്, ഞാൻ ഒന്ന് കിടക്കാം എന്നോർത്ത് അവരുടെ ബെഡ്റൂമിൽ ഞാൻ ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുമ്പോൾ ഒന്ന് കിടന്നതേ ഉള്ളൂ. പരിശുദ്ധാത്മാ ഉള്ളി പറയാ, നീ ബൈബിൾ തുറന്ന് യെഹെസ്കേൽ 17-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. ഞാൻ യെഹെസ്കേൽ 17 വായിച്ചുകൊണ്ടിരുന്നു. തുടക്കമൊന്നും വായിച്ചിട്ട് എനിക്കൊന്നും എന്നോട് ഇടപെട്ടതായിട്ട് തോന്നിയില്ല. എന്നാൽ ഞാൻ വായിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, അപ്പം ഇതിന്റെ തുടക്കത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ചോദ്യം ഇത്, എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതൊന്ന് പറ. ഇതാ ഞാൻ ചോദിക്കുന്നത്. എന്നെ എല്ലാവരെയും നകറ്റി എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അത് പറ. ഇത് പറ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും വായിച്ചു വരുമ്പോൾ ഈ 22-ാമത്തെ വാക്യം വായിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാ പറയാ, നിനക്കുള്ള ഉത്തരം ഈ വചനത്തിലുണ്ട്. ഞാൻ വായിക്കുമ്പോൾ അന്ന് ആദ്യമായി ഞാൻ ഈ വചനം കാണുക ബൈബിളിൽ.
ഹല്ലേലൂയ. ഈ വചനം വായിച്ചപ്പോ പരിശുദ്ധാത്മാവിനോട് പറയാ, നിന്നെ ഹല്ലേലൂയ നാട്ടിൽ നിന്ന് ദേവദാരു എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബമാ. പപ്പ ഒരു ദൈവദാസനാണ്, മമ്മി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മിയാണ്, സഹോദരങ്ങളുടെ ഒരു കൂട്ടമുണ്ട് എനിക്ക്, അല്ലെങ്കിൽ സഭയുണ്ട്. എല്ലാം നോക്കി ഒരു നല്ല വൃക്ഷത്തിന്റെ കൂടെ ഞാൻ അങ്ങ് ചേർന്ന് ആരും കാണാതെ ആ മരത്തിന്റെ ചില്ലയുടെ കൂടെ അങ്ങ് പോവായിരുന്നു. കർത്താവ് പറയാം, നിന്നെ ഞാൻ മുറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നിനക്കറിയണം, എന്നാൽ ഇതാണ് നിന്നെ കുറിച്ചുള്ള എന്റെ പർപ്പസ്. അങ്ങനെയാണ് മിനിസ്ട്രിയുടെ കോളിംഗ് എന്റെ ഉള്ളിൽ നിന്ന് ദൈവദാസന്മാരെ കൂടെ പറഞ്ഞെങ്കിലും എന്റെ ഉള്ളിൽ അത് മുട്ടിട്ടത് അന്ന ഈ വചനത്തിൽ കൂടെ. ഞാനിത് പറയുമ്പോൾ ചിലർ ഓർക്കും, സിസ്റ്റർ അപ്പൊ എനിക്ക് കോളിംഗ് ഒന്നുമില്ല, എനിക്ക് മിനിസ്ട്രി ഒന്നുമില്ല. ഉണ്ടെന്ന് എല്ലാവരുടെ മേൽ ഇന്ന് ഈ രഹബോത്തിൽ കേൾക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറയുക, പലരും കോളിംഗ് ഇല്ലെന്ന് പറഞ്ഞ് അടച്ച് വീടിനകത്തിരിക്കുക. എന്നോട് ദൈവം ഒന്നും സംസാരിക്കുന്നില്ല സിസ്റ്ററെ. എന്നാൽ ചില കഷ്ടതയുടെ പിൻപിലെ കോളിങ്ങിനെ കുറിച്ച് ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞത്, കഷ്ടതയുടെ നടുവിൽ വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന്റെ പർപ്പസ് എന്താ, ആ പർപ്പസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ കഷ്ടതയിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ മുറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നിന്നെ എനിക്കൊരു വൃക്ഷമാക്കാനുണ്ട്. ആ വൃക്ഷമാക്കുന്നത് എന്തിനാണെന്നറിയാമോ? കഷ്ടതയിൽ കൂടി പഠിപ്പിച്ചെടുത്ത് കഷ്ടതയിൽ നിർത്തി നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നിട്ട്, ഇന്ന് നീ ഒരു കൊമ്പായിരിക്കാം, നാളെ നീ ഒരു വൃക്ഷമായി തീരും, നിനക്ക് ചില്ലകൾ വരും, അല്ലെങ്കിൽ നിനക്ക് ഡീപ് റൂട്ട്സ് വരും. അങ്ങനെ നിൽക്കുമ്പോൾ അനേകം പക്ഷികൾ, ചുറ്റുമുള്ള അനേകർക്ക് നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നീ ഒരു ആശ്വാസമായി തീരണമെങ്കിൽ, കുടുംബത്തിൽ നീ ഒരു ആശ്വാസമാകണമെങ്കിൽ, നീ ഇന്നൊരു കൊമ്പായി നിന്നെ മുറിച്ചെടുത്ത് നട്ടാലേ അതിന് പറ്റത്തുള്ളൂ. ഇത് കർത്താവ് ചിലരോട് പറയുക, നിന്നെ മുറിച്ചെടുക്കുമ്പോൾ വേദനിക്കുന്നുണ്ട്, എനിക്കറിയാം. മാതാപിതാക്കളിൽ നിന്ന് നിന്നെ മുറിച്ചു മാറ്റിയപ്പോൾ നിനക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ആയിരുന്ന രാജ്യത്തിൽ നിന്ന്, സ്ഥാനത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നിന്നെ മാറ്റിയെടുത്ത് മറ്റൊരിടത്ത് നട്ടപ്പോൾ നിനക്ക് വേദനിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്കാ. ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന് നീ ഒറ്റയ്ക്കാ നിൽക്കുന്നത്. ആരും ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കുവാനില്ല, ആരും സഹായത്തിനില്ല. എന്നാൽ ചോദിക്കുക, കർത്താവേ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, കുഞ്ഞെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഞാനാ നിന്നെ നട്ടത്, ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് നട്ടിരിക്കുന്നത്. റീസൺ, എനിക്ക് നാളെ നിന്നെ ഒരു വൃക്ഷമാക്കാൻ പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ചില തലമുറകളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാ, പല മാതാപിതാക്കളുണ്ട് പറയും, സിസ്റ്റർ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടു പോകരുത്, എന്റെ ആഗ്രഹം വീട്ടിൽ നിന്ന് പഠിക്കണം, വീട്ടിൽ നിന്ന് കോളേജിൽ പോയാൽ മതി, വീട്ടിന് അടുത്തുള്ള കോളേജൊക്കെ കിട്ടണം. പക്ഷെ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾ എത്ര വീടിനടുത്ത് അഡ്മിഷൻ നോക്കിയാലും കിട്ടാത്ത ചില അവസ്ഥകൾ വരും. എന്തിനാണെന്നറിയോ? ദൈവം പറയാ, പറിക്കാൻ പോകട്ടോ, എല്ലാം ജില്ലയെ മുറിക്കാൻ പോകട്ടോ. അല്ലെങ്കിൽ ചില മാതാപിതാക്കളോട് ഇന്ന് പരിശുദ്ധാത്മ ദൂത് പറയുക, നിന്റെ തലമുറയെ കുറിച്ചുള്ള വാക്തത്വം വലുതാണെങ്കിൽ ഓർത്തോ, ആ തലമുറയെ ദൈവം മുറിച്ച് മാറ്റിയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഈ മാതാപിതാക്കളുടെ അടുത്ത് കിടക്കുന്ന തലമുറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് വേറെ രീതിയിൽ എടുക്കല്ലേ, ഞാൻ പറയുന്ന ആത്മീക അർത്ഥത്തിൽ തന്നെ എടുക്കണം. ചില മാതാപിതാക്കൾ ചില തലമുറകളുടെ ലൈഫിൽ വരുന്ന വാക്തത്വത്തിന് തടസ്സമായിട്ട് നിൽക്കും. ഞാൻ പറയാം, അതിന് തുറന്നു പറയുക. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടില് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. നാട്ടിലുള്ള ഒരു കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൊച്ചിന് ദൈവവിളിയുള്ള കൊച്ചാന്ന് വെച്ചാൽ, ദൈവവിളി എന്ന് പറഞ്ഞ അവൻ എന്നോട് പറഞ്ഞത്, എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടതാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും അതറിയാം ചേച്ചി. പക്ഷെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞത്, കുറച്ചുനാൾ ജോലിയൊക്കെ ചെയ്ത് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? എന്നിട്ട് നീ കർത്താവിന്റെ വേലയ്ക്ക് പോകും. പക്ഷെ ആദ്യം കുറെ കട വെക്കണം, അതൊക്കെ തീർത്തിട്ട് നീ കർത്താവിന്റെ വേലയ്ക്ക് പോയാൽ മതി. അപ്പൊ ഈ മോൻ എന്നോട് പറഞ്ഞു, ചേച്ചി പക്ഷെ കർത്താവിന്റെ വിളി എന്റെ മേൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിടത്തും കൈ വെച്ചിട്ട് സക്സസ് ആവുന്നില്ല. ജോലി കിട്ടിയാൽ 1 മാസം ജോലി ചെയ്യും, അല്ലെ 2 മാസം ജോലി പോകും. പിന്നെ ഒരിടത്ത് ജോലി കിട്ടി, നല്ലൊരു ജോലിയാ. ഇവൻ ആ ജോലിക്ക് കൊണ്ട് ജോയിൻ ചെയ്ത് 1 മാസം ജോലി ചെയ്ത് 2-ാം മാസം ജോലി, അവന്റെ ഷുഗർ അങ്ങ് ഹൈ ആയി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഷുഗർ ഹൈ ആയിട്ട് അവന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കുഞ്ഞു പയ്യനാട്ടോ, അധികം പ്രായമൊന്നുമില്ല. അന്ന് എന്റെ മമ്മി എന്നോട് വിളിച്ച് പറഞ്ഞു, മോനോട് പ്രാർത്ഥിക്കണമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാ വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഇവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ. കർത്താവിനെ പറിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത കുഞ്ഞാ. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് ചട്ടക്കൂടിനകത്ത് കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ കർത്താവിന് ആ പർപ്പസ് ചെയ്യാൻ പറ്റും. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ഒരു കഷ്ടത അനുവദിച്ചു. എന്തുകൊണ്ട് കഷ്ടത വന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വിളി ഇവൻ തിരിച്ചറിയണം, മാതാപിതാക്കൾ തിരിച്ചറിയണം. ആർക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മാതാപിതാക്കൾ പറയും, കർത്താവെ അങ്ങയുടെ ഇഷ്ടം മതി, മനസ്സിലായോ, അങ്ങയുടെ ഹിതം മതി. മനസ്സിലാവുന്നുണ്ട് പറയുന്നേ? ചില മാതാപിതാക്കൾ അങ്ങനെയാ. നമ്മുടെ മക്കൾ എന്റെ മക്കൾ എന്നുള്ള അതോറിറ്റി നമ്മൾ എടുക്കും. ഇനി ഞാൻ പറയുന്ന ദൂത് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഇന്ന് ശാന്തമായിട്ട് ഈ വചനം പറഞ്ഞത്, എനിക്ക് ചിലരിൽ ആ വചനം ആഴമായിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശാന്തമായിട്ട് മാതാപിതാക്കളോട് പറയാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന കുറെ മാതാക്കളെയാണ്, അതുകൊണ്ട് ഞാൻ പറയുക. ഞാനൊരു 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഞാൻ അമ്മയായപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് പറഞ്ഞു തരാം.
ഒരിക്കലും പറയരുത് എന്റെ മക്കള്, ഞാൻ വളർത്തിയ മക്കള്. ചിലർ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്റെ മോനാവൻ. ഭയങ്കര എന്താ പറഞ്ഞ, ആ ഒരു വാക്ക് കേട്ട ഭയങ്കര അധികാരത്തിന്റെ വാക്കാ. എന്റെ മക്കള്, എന്റെ മോൻ, എന്റെ മോള്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് ഈ വാക്ക് പറയണേ, ശരിക്കും നിങ്ങളുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ മക്കള്? പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം കർത്താവ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയാൻ കാരണം പല തലമുറകളും ഞാനുമായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും യൂത്തിനോട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം പല കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ അവർക്ക് ദൈവം ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന മാതാക്കളും പിതാക്കളും. റീസൺ എന്താണെന്നറിയോ? എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അതിന് വിട്ടു പോകരുത്, എന്റെ കണ്ണുവട്ടത്തിൽ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മോളെ, ഞാനിത് എന്നെ പഠിപ്പിച്ച അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ മോന് 2.5 വയസ്സ് 3 വയസ്സ് തുടങ്ങിയതേ ഉള്ളൂ. ആ സമയം ഇപ്പൊ ഡേ കെയർ വിടേണ്ടി വന്നു. എനിക്ക് മിനിസ്ട്രി ഒക്കെ ആ സമയത്ത് തുടങ്ങുമ്പോൾ എനിക്ക് യാത്രയൊക്കെ ചെയ്യണം. അപ്പൊ കുറച്ച് മിനിസ്ട്രികളുടെ കൂടുതൽ ഇതുകൊണ്ട് എനിക്ക് വീട്ടിൽ കുഞ്ഞിനെ ഇരുത്താൻ പറ്റുന്നത് ഡേ കെയർ വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവനെ ഡേ കെയർ വിടാൻ വേണ്ടി ഒരു ദിവസം ഞാൻ പോയി. മോൾ ഓൾറെഡി സ്കൂളിൽ പോയി തുടങ്ങി. ഡേ കെയർ വിട്ടിട്ട് അവനെ കൊണ്ട് ഡേ കെയറിലെ ടീച്ചറിനെ കൊടുത്തു. എനിക്ക് ആ ടീച്ചർ അതിന് മുമ്പ് പരിചയമില്ല. ഒരു ക്ലാസ് മുറി, അവിടെ ഒരാൾ നിൽക്കുന്നു. ഞാൻ കൊണ്ട് ഡേ കെയറിൽ കൊണ്ടാക്കി ബാഗും കൊടുത്തു. ആ റൂം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്റെ ചങ്കങ്ങ് പൊടിയുക. ഈ ജൂൺ 1-ാം തീയതി സ്കൂളിൽ ആദ്യമായിട്ട് മക്കളെ വിട്ട അമ്മമാരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരെയൊക്കെ കൂടുതൽ നമ്മളാ കരയുന്നത്, ഇല്ലേ? കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്ന മക്കളാ. പെട്ടെന്ന് കുറച്ച് മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു ആദിയാ, ഭയങ്കര ഒരു ആദിയാ. അയ്യോ അവൻ എങ്ങനെ ആയിരിക്കും, അയ്യോ കുഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുവോ, കുരുത്തക്കേട് കാണിക്കുവോ എന്നുള്ള ചിന്തയുണ്ടല്ലോ. പ്രത്യേകിച്ച് ആമ്പിള്ളേരുടെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ. എനിക്കും അതുപോലെ ആയിരുന്നു. അപ്പം അവനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനങ്ങ് കരയുക. ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് ഓടിയാൽ മതി, കാരണം ആരും കാണരുതല്ലോ നമ്മൾ കരയുന്നത്. ഞാൻ ഓടി വന്ന് കാറയിലോട്ട് കയറി നിന്നിട്ട് ഒറ്റ കരച്ചിൽ കയറുന്നു. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുക, സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന് ഞാനങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അറിയത്തില്ല, ഉച്ച വരെ ദൈവമേ അവൻ എങ്ങനെ ആ റൂമിൽ ഇരിക്കും, അവൻ എങ്ങനെ അഡ്ജസ്റ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ മൃദുവായിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അക്സ, നിനക്ക് ആരും അറിയാത്ത, അതായത് നിനക്ക് ആ കൊച്ചിനെ ഏൽപ്പിച്ച ടീച്ചറിനെ അറിയത്ത് പോലും ഇല്ല, അവളുടെ സ്വഭാവം പോലും നിനക്ക് അറിയത്തില്ല. മനസ്സിലായോ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടുത്തുകാരാ, വെള്ളക്കാരാ. ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചെക്ക് ചെയ്തില്ല. അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടോ, കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കുന്നത്, ഉപദ്രവിക്കുന്ന ആളാണോ, നന്നായിട്ടേക്ക് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു അതാ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് കൊണ്ട കൊടുത്തു. എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് കൊണ്ട കൊടുത്തിട്ട് പോയിരുന്നു? അത് നമ്മുടെ കൊച്ചിനെയാ അല്ലേ? കൊടുത്തു, ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. വൈകുന്നേരം 6 മണി വരെ ആ കൊച്ചൻ, എന്റെ കുഞ്ഞ് അവരുടെ കൂടാ. എന്നോട് പരിശുദ്ധാത്മാ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, നീ എന്ത് ധൈര്യത്തിലാണ് ആ കുഞ്ഞിനെ, നിന്റെ കുഞ്ഞിനെ നീ അവൾക്ക് കൊടുത്തത്? ഞാൻ പറഞ്ഞു, അവരുടെ ആ സ്കൂളിനോടുള്ള ബലമാ, അല്ലെ ധൈര്യമാ, അല്ലേ? ആ സ്കൂൾ ഇതുവരെ നല്ല രീതിയിൽ എല്ലാവരും പിള്ളേരെ നോക്കിയിരിക്കും, നമ്മൾ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ടാ കൊണ്ടുവിടുന്നത്. അപ്പൊ എല്ലാവരും നല്ല സ്കൂളാ, നല്ല കെയർ ആന്ന് പറഞ്ഞുകൊണ്ടാ കൊണ്ട കൊടുത്തു. അപ്പൊ കർത്താവ് ചോദിച്ചൊരു കാര്യം, നീ കൊണ്ട കൊടുത്തു, പക്ഷെ നിനക്കൊരു കാര്യം ഉറപ്പുണ്ട്, 6 മണിയാകുമ്പോൾ സമയമാകുമ്പോൾ നീ ചെന്നാൽ നിന്റെ കുഞ്ഞ് ആരിലേക്ക് തിരിച്ചു വരും? അവര് തിരിച്ച് നിനക്ക് തന്നേ പറ്റത്തുള്ളൂ. അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഡേ കെയർകാർ വീട്ടിൽ കൊണ്ടുപോകും നമ്മുടെ കൊച്ചിനെ? കൊണ്ടുപോകത്തില്ല, തിരിച്ച് നമുക്ക് തരും, ഇല്ലേ? എന്നോട് പരിശുദ്ധാത്മാ പെട്ടെന്ന് പറഞ്ഞൊരു പറച്ചില് ഇതുപോലാ, നിന്നെ വിശ്വസിച്ച ഞാൻ എന്റെ ഈ കുഞ്ഞിനെ നിന്റെ കൈ തന്ന്, നീ വെറും കെയർ ടേക്കറാ, നിന്റേതല്ല ഇത്. മനസ്സിലാവുന്നുണ്ട്? എത്ര മാതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്? കെയർ ടേക്കറിന്റെ കയ്യിൽ ഡേ കെയറിൽ കൊണ്ട് കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, 6 മണിയാകുമ്പോൾ ഞാൻ ചെന്നാൽ അവരെനിക്ക് തിരിച്ചു തരണം എന്റെ കൊച്ചിനെ. ചിലപ്പോ എന്റെ ഡേ കെയർ, എന്റെ കുഞ്ഞിന് ഡേ കെയറിൽ ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നെക്കാളും ഇഷ്ടമായിരിക്കും ചിലപ്പോൾ. അവർ നല്ല രീതിയിൽ അവന്റെ കൂടെ കളിക്കുന്നുണ്ട്, അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരമ്മ ചെയ്യുന്ന എല്ലാം അവർ ചെയ്യുന്നുണ്ട്, അല്ലേ? ഡേ കെയറിൽ ഡൈപ്പർ മാറ്റും, ഫുഡ് കൊടുക്കും, കളിക്കും, എല്ലാം. അവന് ചിലപ്പോൾ അവരെയായിരിക്കും ഇഷ്ടപ്പെടുന്നേ. എന്ന് വെച്ച് 6 മണിക്ക് ഞാൻ ചെല്ലുമ്പം അവര് പറയുമോ, എന്റെ കൊച്ച എനിക്ക് അവനെ വിട്ടു തരത്തില്ലെന്ന് പറയുമോ? വിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം റൂൾ അനുസരിച്ച് ആ കുഞ്ഞ് സ്വന്തം അമ്മയുടെ കൂടെ കുഞ്ഞ് വന്നേ പറ്റി. ഇതുപോലെ കർത്താവ് അന്ന് എന്നോട് പറഞ്ഞ കാര്യം, നിന്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല ഞാൻ നിനക്ക് എന്റെ കുഞ്ഞിനെ തന്നത്. ഞാൻ പറയുന്ന മാതാക്കൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മക്കളാ, കർത്താവിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്നെന്ന്. അന്ന് വെച്ചാൽ ആ കുഞ്ഞിന്റെ ഭാവിയും ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം അപ്പനുള്ളടുത്ത് അത്ര നിങ്ങൾക്കില്ല. ചിലര് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ, അപ്പാ എന്റെ തലമുറയെ കുറിച്ച് നിനക്കൊരു വിചാരവും ഇല്ലേ? കർത്താവ് പറഞ്ഞു, എനിക്കുള്ള വിചാരം നിനക്കുണ്ടോ? കാരണം ബൈബിള് പറയുന്നുണ്ട്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാക്കളോടാണ് ഞാൻ പറയുന്നത്. ഈ ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്റെ മക്കള്, ഞാൻ വളർത്തിയ എന്റെ കുഞ്ഞ് എന്ന് പറയുമ്പോ കർത്താവ് പറയുക, സോറി, എന്റെ മക്കളാ അത്. യു ആർ ജസ്റ്റ് എ കെയർ ടേക്കർ.
സമയമാകുമ്പോ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടതാ മക്കളെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അന്ന് കഴിഞ്ഞിട്ട് ദൈവം എന്നെ രണ്ടാമത് പഠിപ്പിച്ചൊരു കാര്യം. ഞങ്ങളുടെ ഇവിടെ ഈ ഡേ കെയർ കുഞ്ഞുങ്ങളെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട് ഫോണിൽ. അതിനകത്ത് അവർ കഴിക്കുന്ന ഫോട്ടോ, കളിക്കുന്ന ഫോട്ടോ എല്ലാം അവർ ഇട്ട് തരും. കുഞ്ഞൊന്ന് വീണാൽ ഉടനെ എനിക്ക് മെസ്സേജ് വരും, കുഞ്ഞ് വീണു, കൈക്കൊരു മുറിവുണ്ട്, ഞങ്ങൾ ഇന്ന ബാൻഡേഡ് ഇടുക. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് അനുവാദം ചോദിക്കും, ഞാൻ ഇന്ന മരുന്ന് കൊടുത്തോട്ടെ. ഞാൻ എസ് എന്ന് അടിച്ച് സൈൻ ചെയ്താൽ മാത്രമേ അവൻ എന്റെ കുഞ്ഞിന്റെ ശരീരത്ത് ഒരു മരുന്ന് വെക്കത്തുള്ളൂ. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അത് വന്നപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് അടുത്ത പാഠം പഠിപ്പിച്ചു. നമ്മളിൽ എത്ര പേർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം അവന്റെ അപ്പന്റെ അടുക്ക് കൊണ്ടുപോയിട്ട് പറയും, അപ്പ കുഞ്ഞിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ഞാൻ എന്തോ ചെയ്യണ്ടേ? കുഞ്ഞ് പഠിത്തം കഴിഞ്ഞു, ഞാൻ എന്നാ ചെയ്യണ്ടേ? കാരണം മുകളിൽ നിന്ന് ഓർഡർ വരാതെ ഒരു തീരുമാനം തലമുറയുടെ കാര്യങ്ങളിൽ എടുക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പൻ സൈൻ ചെയ്ത് തരണം മക്കളെ ഏത് കോഴ്സിന് വിടണമെന്ന്. അപ്പൻ സൈൻ ചെയ്തിട്ട് പറയണം എവിടെ കൊണ്ടുപോകണം, എന്ത് ചെയ്യണമെന്ന്. നിങ്ങളായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ട്രബിളിലായിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ദൂത് ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയാം, പരിശുദ്ധാത്മ വ്യക്തമായി ചില മാതാക്കളോട് പറയുക, നിന്റെ തലമുറയുടെ കാര്യത്തിൽ നീ ഇതുവരെ ഡിസിഷൻ എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കുഞ്ഞിന്റെ ഭാവി നന്നായി തീരും. ഞാൻ ഇന്ന ഡോക്ടറിനെ എടുക്ക കൊണ്ടുപോയ കാര്യങ്ങൾ നടക്കും, ഇന്ന കൗൺസിലിങ്ങിന് കൊണ്ടുപോയ കുഞ്ഞിന്റെ കാര്യം നടക്കും. പരിശുദ്ധാത്മ പറയാം നടക്കത്തില്ല, നീ ഇതുവരെ അറിയിക്കേണ്ടവനെ അറിയിച്ചിട്ടില്ല. എങ്ങനെ അറിയിക്കണം? ദൈവസന്നിധി മുഴങ്കാലും അടക്കണമെന്ന് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കാരണം നിനക്കൊരു ഗ്യാരണ്ടി ഇല്ല നിങ്ങളുടെ തലമുറയുടെ കാര്യത്തിൽ. നിങ്ങളുടെ തലമുറ ദൈവത്തിന്റെ തലമുറയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ വെറും കെയർ ടേക്കർ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് ഈ മീറ്റിംഗിൽ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവോട് അപ്പ നിന്റെ തലമുറയാ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോട് പറ, ഞാൻ അതുപോലെ ചെയ്യാം. കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ തലമുറകളെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഹീസ് ഡിഫറെന്റ്. എല്ലാവരെ കുറിച്ചും വിവിധമായ പ്ലാനുകളും പദ്ധതികളും പരിശുദ്ധാത്മാവിനുണ്ട്. തലമുറകളെ കുറിച്ച് കരയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ തലമുറ നിങ്ങളെക്കാൾ പ്രശസ്ത ദൈവത്തിന്. ദൈവത്തിന്റെ കുഞ്ഞാത്. നിങ്ങൾ വെറും കെയർ ടേക്കറാ. നമ്മൾ കെയർ ടേക്കേഴ്സിന്റെ ജോലിയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്? ഇല്ലേ ജിസസ് സിസ്റ്ററെ, പറയാൻ പറ്റുമോ? പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്ന ജിസസ് സിസ്റ്ററോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും കെയർ ടേക്കർ അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കുന്നു, ഡിന്നർ കൊടുക്കുന്നു, ഇല്ലേ? പിള്ളേർക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നു. പക്ഷെ ഈ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പോകാൻ പൈസ ഇല്ല, നമ്മൾ എന്നാ ചെയ്യുന്നത്? വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പൈസ വേണം, തരാമോ? ഇല്ലേ? അയ്യോ അടുത്ത കുഞ്ഞിന്റെ കല്യാണം വരും, കർത്താവെ നടത്താനുള്ള പൈസ തരണേ. ആരാ നമുക്ക് ഇതുവരെ തന്നോണ്ടിരുന്നേ? ദൈവമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചോദിച്ചപ്പോൾ ഇന്ന് വരെ നിങ്ങളുടെ തലമുറയുടെ ഒരു കാര്യത്തിന് പോലും മുടക്കം വരാതെ തന്നത് ദൈവമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? കർത്താവിന്റെ മക്കളാ, കർത്താവിന്റെ ഉത്തരവാദിത്തം തരിക എന്നുള്ളത്. ഇപ്പൊ എന്റെ കുഞ്ഞിന് ഡേ കെയർ പോകുമ്പോൾ അവന് ആവശ്യമായ ഭക്ഷണവും ഡയപ്പറും എല്ലാം അവർ കൊടുക്കുമ്പോൾ എന്റെ കടമയാണ് അതിനുള്ള പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അവർക്ക് ആ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആ പേയ്മെന്റ് വെച്ച് അവരാ കുഞ്ഞിനെ നോക്കുന്നത്. പേയ്മെന്റ് വെച്ച് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന്റെ വിചാരം ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന അല്ലേ? പക്ഷെ സത്യത്തിൽ ആരാ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്? ആരാ? സ്വന്തം അപ്പനും അമ്മയും. ഇതുപോലെ കർത്താവിന്റെ മക്കളെ നിങ്ങളുടെ കൈ തന്നിട്ട് അവർക്ക് അവർക്കുള്ളതെല്ലാം നിങ്ങളുടെ കൈ തന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിമണി പറയാം. എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടാവണം. എന്റെ വിവാഹം നടക്കുന്ന സമയം പലരും വന്ന് ചോദിച്ചു, പാസ്റ്ററെ അക്കൗണ്ടിൽ പൈസ വല്ലതും ഉണ്ടോ? എന്റെ പപ്പ ഇന്ന് വരെ 4 പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും സേവ് ചെയ്തിട്ടില്ല. എന്റെ പപ്പ പറഞ്ഞു, എന്റെ പപ്പയുടെ പേഴ്സിൽ 250 രൂപ ഉണ്ടായിരുന്നു, വെറും 250 രൂപ. കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പപ്പ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് കുമ്പനാട്ടോട്ട് പോകണം. എന്റെ കല്യാണം ഒരു 10 ദിവസം കൊണ്ട് നടന്ന കല്യാണമാണ് കേട്ടോ. പെണ്ണ് കണ്ടതും എൻഗേജ്മെന്റ് നടന്ന കല്യാണം നടന്ന എല്ലാം 10 ദിവസം കൊണ്ടോ, പെട്ടെന്നുള്ള കല്യാണമായിരുന്നു. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, മോനെ നാളെ കുമ്പനാട്ടോട്ട് പോകണം. എന്റെ ഈ പൈസ ഇല്ല, വണ്ടി വിളിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 7 പേരെങ്കിലും കുമ്പനാട്ടോട്ട് പോകണം ഉറപ്പിക്കാൻ. മമ്മിയുടെ ആംഗ്ലമാര് വരുന്നു, എല്ലാവരും വരും. ഞങ്ങൾക്ക് ഒരു മാരുതി 800 കൊച്ചു കാർ. അപ്പൊ പറഞ്ഞു, ആ കാറൊക്കെ നടക്കത്തില്ല. ഞാനിത് ഷോർട്ടാക്കി പറയാം. ഞാൻ എന്റെ ആസാദിൽ എന്റെ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ അതിനെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാരണം, അന്ന് പോകുമ്പോൾ പപ്പ പറഞ്ഞു, മോനെ എന്റെ ആകെ 250 രൂപയേ ഉള്ളൂ. ആദ്യത്തെ കാര്യം എന്താ? കല്യാണം ഉറപ്പിക്കാൻ പോകണം. പെണ്ണ് കണ്ട് ദൈവം അത് വഴി തുറന്നു. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞപ്പോ പ്രാർത്ഥിക്കാം. ദൈവം എന്ത് ചെയ്തു? ഒരാളോട് പരിശുദ്ധാത്മാവിൽ ഇടപെട്ട് രാത്രി സ്വപ്നം കാണിച്ചിട്ട് അദ്ദേഹം വണ്ടിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെയും കൊണ്ട് പോയി കുമ്പനാട്ട്. 250 രൂപ എടുക്കാൻ അനുവദിച്ചില്ല കേട്ടോ. ഓരോ കാര്യം വരുമ്പോഴും ഞാൻ പപ്പയുടെ ചോദിക്കുമ്പോൾ പറയും, മോനെ ആ 250 രൂപയുള്ളൂ എന്റെ കയ്യിൽ, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ 250 രൂപ എടുക്കാൻ അനുവദിക്കത്തില്ല. കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുമ്മനാട് ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഞങ്ങളുടെ വീട് കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ പപ്പ ചോദിച്ചു, പപ്പ എങ്ങനെയുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും പൈസ ഒക്കെ കൊടുക്കാൻ പറ്റും? പപ്പ പറഞ്ഞു, മോനെ 250 രൂപ ഇപ്പോഴും എന്റെ പേഴ്സിൽ തന്നെ ഉണ്ടെന്ന്. മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ തൊടാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു ഞങ്ങളുടെ പപ്പയുടെ സമ്പാദ്യം, 250 രൂപ.
ഇപ്പൊ ഞാൻ കടമുണ്ടോ? ഒരു കടവും ഇല്ല. എങ്ങനെ നടന്നു? പപ്പ പറയാം ദൈവം നടത്തി മോനെ. കാരണം എന്നാ, ഞാൻ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്റെ അപ്പന്റെ മോളാ. അപ്പൻ എനിക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചില മാതാക്കളോട് പറയാ, നിന്റെ തലമുറയുടെ വിവാഹത്തിന്റെ കാര്യം എങ്ങനെ നടക്കും, വീട് പണി എങ്ങനെ നടക്കും, അവരുടെ ഭാവി എങ്ങനെ നടത്തും, അവരെങ്ങനെ പഠിപ്പിക്കുമെന്ന് ടെൻഷൻ അടിക്കുന്ന ചില മാതാക്കളോട് പിതാക്കളോട് പരിശുദ്ധാത്മ പറയുക, നീ വെറും കെയർ ടേക്കർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദിക്കേണ്ടത് ആരോട് ചോദിക്കണമെന്ന് മനസ്സിലാവും. എന്റെ ആണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കടം മേടിക്കാൻ നോക്കുന്നത്, പലിശക്ക് എടുക്കാൻ നോക്കുന്നത്. ആക്ച്വലി മനസ്സിലാകുന്നുണ്ടോ? ഈ പലിശക്ക് എടുക്കുന്നതും കടം മേടിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണോ? സത്യത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവ് മേടി എന്ന് പറയാം, മക്കളെ എന്റെ അടുക്ക വാ, എന്റെ കയ്യിലുണ്ട്, നീ എന്നോട് ചോദിക്ക്. നമ്മൾ ചോദിക്കത്തില്ല. പക്ഷെ നമുക്ക് ഇഷ്ടം ആരോട് ചോദിക്കാനറിയോ? തൊട്ടപ്പുറത്തെ പലിശക്കാരന് 8 രൂപ പലിശ, 9 രൂപ പലിശ, എന്തൊരു ഓടിച്ചെന്നാ ചോദിക്കുന്നത്. ചേട്ടാ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ സമയമായി, എല്ലാത്തിനും പൈസ വേണം, അഡ്മിഷന് സമയം, കല്യാണത്തിന് സമയമായി, ഒന്ന് തരാമോ? എന്റെ ദൈവമക്കളെ, ആ സമയം പോരെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പാ അങ്ങയുടെ കുഞ്ഞ, അവിടെ ഭാവിയെ കുറിച്ച് അങ്ങയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഈ വിവാഹം നടത്തി തരേണ്ടത് അപ്പന്റെ കടമയാ. അപ്പാ നടത്തി തരാം. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് സഹോദരിമാരെ ഇത് പറയുന്നത്, എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന്. അന്ന് ആ കുഞ്ഞിനെ ഡേ കെയറിൽ കൊണ്ടുവിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ നിമിഷം വരെ എന്റെ കുഞ്ഞുങ്ങളെ ഏത് സ്കൂളിൽ ചേർക്കണോ, ഞാൻ ആദ്യം പ്രാർത്ഥന മുറിക്കറി അപ്പനോട് ചോദിക്കും, അപ്പാ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ സമയം ഏത് സ്കൂളിലാണ് ഞാൻ ചേർക്കേണ്ടത്? അപ്പ പറയുന്ന സ്കൂളിൽ ഞാൻ ചേർക്കാം. ഹല്ലേലൂയ. അപ്പ പറയുന്നിടത്ത് ഞാൻ വിടാം. അപ്പ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ ഏത് കാര്യവും അപ്പനോട് പെർമിഷൻ ചോദിക്കാൻ തുടങ്ങി. ഞാനിത് പറയാൻ കാരണം, അങ്ങനെ പെർമിഷൻ ചോദിച്ച് ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയി തക്ക സമയത്ത് നൽകി തരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്ന്, അതുകൊണ്ട് ഞാൻ പറയാം, ടെൻഷൻ ഇല്ല മക്കളെ വളർത്താൻ. റീസൺ എന്താ? ഞാൻ പറയും അപ്പന്റെ കൊച്ചാ. ഇപ്പൊ കുഞ്ഞിന് ഇന്നലെ രാത്രി മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി എന്റെ മുഖം അതിശക്തമായ ചെവിക്ക് വേദന, ഭയങ്കര ചെവിക്ക് വേദന. എന്റെ അടുക്ക വന്ന് കിടന്ന മമ്മി എനിക്ക് ഭയങ്കര ചെവി വേദനയാണ്. രാവിലെയും വന്ന് എന്റെ അടുത്ത് മമ്മ ചെവിക്ക് വേദനയാ. ഞാൻ ഉടനെ ചെയ്ത രാവിലെ എതിർ കുഞ്ഞിന്റെ ചെവിയെ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ട്. മനസ്സിലായി? എനിക്കൊരു കുഞ്ഞുണ്ട്, 4 മാസമുള്ള ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് മീറ്റിങ്ങിന് കയറണം, ശുശ്രൂഷിക്കണമെങ്കിൽ അപ്പ ഈ കാര്യം ടേക്ക് ഓവർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാൻ വെറും കെയർ ടേക്കറാ. അങ്ങയുടെ കുഞ്ഞാ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, അപ്പന്റെ കുഞ്ഞാ, അവർക്ക് ചെവി വേദനയാ, അപ്പ ആശ്വാസം കൊടുക്കണം. മക്കളെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ മീറ്റിങ്ങിന് കയറുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഞാൻ ചെന്ന് മോനോട് ചോദിച്ചു, പറഞ്ഞു മമ്മി എന്റെ ചെവി വേദന മാറി കേട്ടോ, പൂർണ്ണമായിട്ട് മാറി. അതുകൊണ്ട് അവളെ ഹാപ്പി ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, പലപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ അങ്ങ് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ക്ഷീണിക്കും. പത്രോസിനെ പോലെ രാത്രി മുഴുവൻ അധ്വാനം. കർത്താവ് പറയുന്നതോടെ എന്റെ മമ്മി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയാൽ മനുഷ്യന്റെ മുമ്പിൽ തല വണക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമുക്കിഷ്ടം മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും ദൈവത്തിന്റെ മുമ്പിൽ പരാതി പറയാനും നമുക്കിഷ്ടം. കർത്താവ് എന്താ കാണാത്തെ? കർത്താവ് എന്താ എന്റെ കാര്യത്തിൽ ചെയ്യാത്തെ? ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില മാതാക്കളോട് പിതാക്കളോട് പറയാ, ഗിവ് ദ അതോറിറ്റി ഓഫ് യുവർ ചിൽഡ്രൻ ടു ഗാഡ്. ദൈവത്തിന് നിന്റെ മക്കളുടെ അതോറിറ്റി കൊടുക്കുക. അത് ദൈവത്തിന്റെ മക്കളാന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, തലമുറയെ കുറിച്ചുള്ള വിചാരം മാറ്റിവെച്ചിട്ട് അപ്പ അങ്ങയുടെ കുഞ്ഞാ, അങ്ങറിയാതെ എന്റെ തലമുറയ്ക്കൊന്നും സംഭവിക്കത്തില്ല. എന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി അങ്ങ് കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് പറയുന്നേ, ചില തലമുറകളെ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവരെ പണിയാനാ. പക്ഷെ മാതാപിതാക്കൾ വിട്ടുകൊടുക്കത്തില്ല. ഇല്ല സിസ്റ്ററെ, അയ്യോ ഇല്ലില്ല, ഞാൻ ദൂരെ ഒന്നും വിടത്തില്ല എന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ മാതാക്കളുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ആണോ? ഒരു തെറ്റും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ വീട്ടിലുള്ളപ്പോ നിങ്ങൾ പോലും അറിയാതെ മുറിക്കുള്ളിൽ തെറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ. മനസ്സിലായോ? നമ്മുടെ വിചാരം എന്റെ കണ്ണുവെട്ടത്ത്, എന്റെ കൺട്രോളിൽ എന്റെ മക്കൾ നിന്ന് അവർ പെർഫെക്റ്റ് ആയിട്ട് വളരും. തോന്നല. പക്ഷെ ദൈവം ഒരു തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ആ തലമുറയുടെ മേലുണ്ട്. നിങ്ങളുടെ വിശ്വാസം ധൈര്യപ്പെടുത്താൻ വചനത്തിൽ നിന്ന് തന്നെ ഉദാഹരണം പറയാം. യോസേഫ് ഒരു ദർശനം കണ്ടവനാ. ഈ വചനമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാൻ പോവാം. യോസഫ് ഇളതായിരുന്നപ്പോൾ, 17 വയസ്സുള്ളപ്പോൾ അവനെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം അടർത്തിയെടുത്തിട്ട് വേറൊരു രാജ്യത്ത്, ഉന്നതമായ ഒരു രാജ്യത്ത് ഒറ്റയ്ക്ക് കൊണ്ട് നട്ടു. ഇല്ലേ? ഇനി നമുക്ക് ഈ വചനവും അതുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒറ്റയ്ക്ക് കൊണ്ട് നട്ടു. അവിടെ പ്രതികൂലം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ചെന്നതേ പ്രതികൂലത്തിലോട്ടാ. ഇല്ലേ? ഒറ്റയ്ക്ക് നിൽക്കുകയാ. പക്ഷെ ആ നിൽക്കുമ്പോൾ ചുറ്റും വൻമരങ്ങളാ. ഫറവോൻ, പൊത്തിഫേർ, വലിയ രാജ്യം, ആ രാജ്യത്തിന്റെ ഭരണാധികാരികള് അല്ലെ, എല്ലാവരും ഉള്ളപ്പോൾ അവൻ ഒരു ഇളം കൊമ്പായി അവിടെ നിൽക്കുകയാ. കാറ്റുണ്ട്,
പ്രതികൂലങ്ങളുണ്ട്, തകർന്നു പോകുമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. മോനെ, ഞാൻ പറഞ്ഞൊരു ദർശനമുണ്ടല്ലോ, അത് നടക്ക തന്നെ ചെയ്യും. പരിശുദ്ധാത്മ വീണ്ടും പറയുക, ഇന്നത്തെ കാറ്റ് കണ്ട്, ഇന്നത്തെ പ്രതികൂലം കണ്ട് നീ ചഞ്ചലിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിന്നോട് വ്യക്തമായി പറയുക, ചഞ്ചലപ്പെടരുത്. ഹല്ലേലൂയ. നിന്നെ മാനിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ നിന്നെ മാനിക്ക തന്നെ ചെയ്യും. തലമുറയോടുള്ള ദൂത് അത് തന്നെ. ചില തലമുറയെ ദൈവം പണിതെടുക്കാൻ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ അത് ടെസ്റ്റിമണിയാണ്. എന്നെ ദൈവം നഴ്സിംഗിന് വിട്ടതിന്റെ ഉദ്ദേശം പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പ എന്നെ എന്തിനാ നഴ്സിംഗിന് വിട്ടത്? ഞങ്ങൾ മരുന്ന് ഉപയോഗിക്കാത്തവരാ. അതിന്റെ റീസൺ എന്താ അറിയോ? 18 വയസ്സായപ്പോൾ, യോസഫിനെ പോലെ 18 വയസ്സായപ്പോൾ എന്നെ ഇവിടെ അങ്ങോട്ട് മുറിച്ച് ബാംഗ്ലൂർ കൊണ്ട നട്ടു. അന്ന് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അപ്പയും അമ്മയോടൊന്നും വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. 2007 കാര്യം പറഞ്ഞു. ഇപ്പൊ നഴ്സിംഗ് കോളേജിലൊക്കെ ഫോൺ വരും. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോണില്ല. അപ്പയോടും അമ്മയോട് വേദന പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? പണ്ടെങ്ങനാ അമ്മ പ്രാർത്ഥിക്കണേ, അമ്മ പ്രാർത്ഥിക്കണേ. ഇത് പ്രാർത്ഥിക്കാൻ പറയാൻ പോയിട്ട് മമ്മിയെ വിളിക്കാൻ പറ്റുന്നില്ല, മമ്മിയുടെ ഒന്ന് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ആകെ ഒറ്റ വഴിയുള്ളൂ, ആരാ? അപ്പന്റെ സന്നിധി കരയുക. അന്നാ എനിക്ക് മനസ്സിലായി, എന്നെ നട്ടു, കർത്താവ് നട്ടാൻ തുടങ്ങി, മാറ്റി നട്ടിട്ട് എന്ത് ചെയ്യുക? പഠിപ്പിക്കുമായിരുന്നു. പ്രതികൂലങ്ങൾ വരുത്തി വരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. കാറ്റ് വരാൻ തുടങ്ങി. ഞാൻ കരുതി ഈ ദേവദാരു കൊമ്പിനെ നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചുറ്റും വൻമരങ്ങളാണ്. ഈ വൻമരങ്ങളും ഈ കൊമ്പുമായിട്ടുള്ള സംഭാഷണം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹലോ, ആരാ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ ദേശത്തൊന്നും. അപ്പൊ ഈ കൊമ്പിന് പറയാനൊരു വാക്കുണ്ട്, എന്തുവാ? ഞാൻ അങ്ങ് ഒരു ദേവദാരുവിന്റെ കൂടെ നിന്നാ, എന്നെ പറിച്ച് ഇവിടെ കൊണ്ട നട്ടതാ. അല്ല, നിന്റെ ഉദ്ദേശം എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ? ഞങ്ങളെയൊക്കെ കണ്ടോ? ഞങ്ങളുടെ ഒന്നും മുമ്പിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഞങ്ങളൊക്കെ ഇവിടെ എന്താ പറഞ്ഞേ, ചിലർ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളൊക്കെ ഇവിടെ പയറ്റി ജയിച്ച് വന്നവരാ. കാരണം വലിയ വൃക്ഷങ്ങളല്ലേ. നീ ഇളങ്കൊമ്പ് എന്തോ ചെയ്യാനാ ഇവിടെ? മനസ്സിലാവുന്നുണ്ടോ? ചില വെല്ലുവിളി കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയാം, ശരിയാ, നീ മിണ്ടണ്ട, ഇപ്പൊ മിണ്ടണ്ട കേട്ടോ. ഇപ്പൊ നീ വെറും കൊമ്പാ. ശുശ്രൂഷയെ നീ വെറും കൊമ്പായിട്ടാ ഇപ്പൊ നിൽക്കുന്നത്. മിനിസ്ട്രി ഇപ്പൊ വെറും കൊമ്പായിട്ടാ നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പറയുക, നിന്നെ നട്ടത് ദൈവമാണെങ്കിൽ, നിന്നെ ഒടിച്ചെടുത്തത് ദൈവമാണെങ്കിൽ, പർവ്വതത്തിന് മുകളിൽ നട്ടത് ദൈവമാണെങ്കിൽ, പ്രതികൂലം കേട്ട്, വെല്ലുവിളികൾ കേട്ട് ചഞ്ചലപ്പെടേണ്ട കർത്താവ് പറയാം, നാളെ നീ ഒരു വൃക്ഷമാകാൻ പോവാ. ആ വൃക്ഷമാകണമെങ്കിൽ ഇതിന്റെ റൂട്ട് അടിയിലേക്ക് വളരെ എന്താ പറഞ്ഞ അധികം പോണം. ദേവദാരുവിന്റെ പ്രത്യേകത, ദേവദാരു, ഞാനിങ്ങനെ സെഡാർ ലൈക്ക് ലെബാനോണിലെ ദേവദാരുവിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞേ, ഭയങ്കര നീളത്തിൽ ഇത് വളരുന്നേ. കാറ്റ് വരുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ആടും. മനസ്സിലാവുന്നല്ലോ? ഈ ഓരോ വട്ടം കാറ്റിന്റെ ദിശയിലേക്ക് ഇത് ആടുമ്പോൾ ഇതിന്റെ റൂട്ട് ആഴത്തിൽ 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 പർവ്വതത്തിന്റെ അടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ ഇത്രേ കാണത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചില വൃക്ഷങ്ങൾ, ഒത്തിരി ഉയരമുള്ള വൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വൃക്ഷത്തിന്റെ മുകളിലുള്ള അത്രയും ഹൈറ്റിലാണ് ഇതിന്റെ റൂട്ട് താഴോട്ട് പോകുന്നത്. ഞാനിത് പറയാൻ കാരണം, ദേവദാരുവിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ അറിയാം, ദേവദാരുവിന്റെ റൂട്ട് വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ മണ്ണിന്റെ അടിയിൽ റൂട്ട് ആരും കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കണ്ണുനീരാരും കാണുന്നില്ല, നിന്റെ റൂട്ട് ആരും കാണുന്നില്ല. വചനമാകുന്ന റൂട്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയും, നീ പ്രാർത്ഥിക്കുകയും നീ ഉപവസിക്കുകയും ചെയ്യുന്ന ആരും കാണുന്നില്ല. എന്നാൽ മുകളിലുള്ളത് കണ്ടിട്ട് ചിലർ നിന്നെ വിധിച്ചുകൊണ്ടിരിക്കുക. നിന്റെ പുറമേ ഉള്ളത് കണ്ടിട്ട് നിന്റെ സാഹചര്യങ്ങളെ നോക്കി ചിലർ വിധിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാം, വിധിക്കുന്നവരുടെ നടുവിൽ നിന്നെ നിർത്തിയിരിക്കുന്നത്, ശത്രുക്കളുടെ നടുവിൽ നിന്നെ നിർത്തിയിരിക്കുന്നത് ഒരു മേശ നിനക്ക് വേണ്ടി ഒരുങ്ങുകയാ. ഈ ദിവസങ്ങളിൽ ആ മേശ ഒരുക്കിക്കൊണ്ടിരിക്കുക കർത്താവ്. യോസഫ് ഒറ്റയ്ക്ക. യോസഫ് ഒരു കൊമ്പായിട്ട് ഈജിപ്തിൽ നിൽക്കുവോ? എന്നാൽ പരിശുദ്ധാത്മ പറഞ്ഞു, കാറ്റിന്റെ നടുവിൽ യോസഫ് പതറിയില്ല. യോസഫിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വൃക്ഷമാക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായിച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. ദൈവമക്കളെ, വെറും ഒരു വൃക്ഷമായിട്ട് നിൽക്കുന്നല്ല പറഞ്ഞേ. ആദ്യം പറഞ്ഞത് കൊമ്പുകളെ പുറപ്പെടുവിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഈ കൊമ്പുകളെ പുറപ്പെടുവിക്കാന്ന് പറഞ്ഞ? ഒരു ചെടി വളരുന്നുണ്ടതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ? അതിന് ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങും അല്ലേ? ശിഖരങ്ങളൊക്കെ വന്ന് ഒരു ബലമൊക്കെ കാണുമ്പോൾ നമുക്കറിയല്ലേ, അതിന് വേരൊക്കെ വെച്ചു അത് പിടിച്ചു വരുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിന്റെ ഇലകൾ കണ്ടാൽ അറിയാം. ഇവിടെ പറയും വെറുതെ അങ്ങ് ശിഖരം വരുമല്ല, അത് എങ്ങനെ ഇരിക്കുന്ന പറഞ്ഞ, അത് ഫലം കായ്ക്കും, ഭംഗിയുള്ള ദേവദാരുവായി തീരും. ഇപ്പൊ അതിന്റെ പേര് കൊമ്പെന്നാണോ? ആണോ? കൊമ്പെന്നാണോ അതിന്റെ പേര്? ആദ്യം നമ്മളെ നടുമ്പോൾ നമുക്ക് വലിയ പേരൊന്നുമില്ല. എന്തുവാ നമ്മളെ വിളിക്കുന്നത്? എന്താ? കൊമ്പ്. ഇന്ന് ചിലരെ അങ്ങനെ കൊമ്പ. ചില പിള്ളേരെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ പറഞ്ഞു, അതൊരു മണ്ടി കൊച്ചാ, കഴിവില്ലാത്തൊരു കൊച്ചാ. എനിക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത് ദൈവം കണ്ട കൊച്ചാന്ന്. ഞാൻ അപ്പൊ തന്നെ ഉള്ളി പറയും, ആ വ്യക്തി കർത്താവിനുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു കൊച്ചിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഫെയിലിയർ ആയി. ഹൃദയം തുറന്ന ആ കുഞ്ഞെന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി എന്നെ ആർക്കും വേണ്ട, എന്നെ എല്ലാവരും റിജക്ട് ചെയ്യും.
എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, ഞാനൊരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞു, എന്നെ ആർക്കും വേണ്ട ചേച്ചി, എന്നെ എല്ലായിടത്തുനിന്ന് മാറ്റി നിർത്തുക ചേച്ചി, എനിക്ക് വലിയ പഠിക്കാൻ കഴിവൊന്നുമില്ല ചേച്ചി, ഞാൻ മണ്ടിയാന്ന് എല്ലാരും പറയുന്നത് ചേച്ചി, ഞാൻ ഒരിടത്തും എത്തിയില്ല ചേച്ചി, ഇങ്ങനെ എല്ലാം നെഗറ്റീവ് കേട്ടോണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, എല്ലാരും ഇങ്ങനെ ചോദിച്ചു, മോനെ എല്ലാരും റിജക്ട് ചെയ്തോ? ആ, എല്ലാരും റിജക്ട് ചെയ്തു. എല്ലായിടത്തുനിന്ന് റിജക്ഷൻ ആണോ? അതെ. എന്നാൽ നിനക്ക് ഒരിടത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, എവിടെന്നറിയോ? സ്വർഗത്തില്. കർത്താവ് വെയിറ്റ് ചെയ്യും എല്ലായിടത്തുനിന്ന് റിജക്ഷൻ വന്നു. മനസ്സിലായോ? ചിലരോട് പരിശുദ്ധാത്മ പറയാ, ഇനി കുറച്ച് പേരും കൂടെ റിജക്ട് ചെയ്യാനുണ്ടെന്നുള്ള ഭാഗത്തിൽ ഇരിക്കുന്നെങ്കിൽ ചില റിജക്ഷൻസും കൂടെ ഇനി വരാൻ പോകും. എന്തിനാണെന്നറിയോ? എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് സ്വർഗത്തിന് നിന്നെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ വേര് പിടിച്ചോണ്ട് നിൽക്കും. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഈ പുറത്തിറങ്ങി പുല്ല് പറിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പുല്ല് ഈസി ആയിട്ട് ഇങ്ങനെ പോരും, കണ്ടിട്ടുണ്ടോ? ചില ചെടികൾ നമ്മൾ നോക്കും പുറത്ത്, പക്ഷെ അതിന്റെ വേര് ചിലത്തിൽ ഇങ്ങനെ പടന്നു കയറി നിൽക്കും. നമ്മൾ ഈ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഈസി ആയിട്ട് വരും. ഇങ്ങനെ പറിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിന്റെ അടിയില്ല, പിന്നെ നമ്മൾ അതിനെ അറുത്തെടുക്കേണ്ടി വരും. കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ചിലതിനെ ഒറ്റയ്ക്ക് ദൈവത്തിന് കിട്ടത്തില്ല. അങ്ങോട്ട് പറിക്കാൻ വരുമ്പോഴത്തേന് ചിലത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും, ചില ബന്ധങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കും. മനസ്സിലാവുന്നല്ലോ? ചില പാരമ്പര്യത്തെ അള്ളിപ്പിടിച്ചിരിക്കും. വിട്ടുകൊടുക്കാൻ ഭയങ്കര മനസ്സിലാ. കർത്താവ് പറയും, നിന്നെ പറിച്ച് തന്നെ ഞാൻ എടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ നിന്നെ വിട്ടുകളയും. എവിടെയാണോ തൂങ്ങി കിടക്കുന്നത് അവിടുന്ന് റിജക്ഷൻ വരും. അപ്പൊ എന്ത് ചെയ്യും? കർത്താവേ, എനിക്ക് ഇനി ആരുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരും ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരും. കർത്താവ് പറയും, ഓക്കെ കഴിഞ്ഞോ, എന്നാ എനിക്ക് വേണം. ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചിലതിനെ ദൈവത്തിന് വേണം. എന്തുകൊണ്ടെന്നറിയാമോ? പലരും എന്നോട് ചോദിക്കുന്നത്, ചേച്ചി എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരും? കാരണം എല്ലാവരും ഉള്ളവർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ എല്ലാവരും സ്നേഹിക്കാനുണ്ട്, നിങ്ങളെ കരുതാനുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ വേണോ? ജീസസ് സിസ്റ്ററെ? നമ്മളെല്ലാവരും ഒന്ന് സ്നേഹിക്കുക, എല്ലാവരും ഒന്ന് കരുതുക. നമ്മൾ ദൈവസന്നിധി ഇരിക്കുവോ? പ്രാർത്ഥിക്കുവോ? എന്നാ ഒരാളൊരു കുത്തുവാക്ക് പറഞ്ഞേ ഇല്ലേ? ആ ഞായറാഴ്ചത്തെ സാക്ഷി എന്തായിരിക്കും? ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, ഇല്ലേ? കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. എല്ലാരും ഉള്ളപ്പോ ഏത് പാട്ടാ? ഭയങ്കര സന്തോഷത്തിന്റെ പാട്ട്. ഒരാളൊരു കുറ്റം പറഞ്ഞാൽ മതി, പിന്നെ ഭയങ്കര പാട്ടാ. സങ്കടത്തിന്റെ പാട്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, പിന്നെ ഭയങ്കര നിരാശയാ. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തള്ളിക്കളയിക്കുന്നത് ദൈവം. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ ഒറ്റയ്ക്ക് വേണം. ഞാൻ യോസഫിന്റെ കൂടെ യാത്ര ചെയ്തപ്പോ പഠിച്ചൊരു കാര്യം, കാരാഗ്രഹത്തിലും പൊത്തിഫേറിന്റെ ഭവനത്തിലും കൊമ്പുകളെ പുറപ്പെടുവിക്കുന്നവനാക്കി ദൈവം അവനെ തീർത്തു. അതുകൊണ്ടാ പറഞ്ഞേ, ഗാഡ് വാസ് വിത്ത് ഹിം. ദൈവത്തിന്റെ ഫേവർ യോസഫിന്റെ മേൽ ഉണ്ടായിരുന്നെന്ന്. ആരുടെ ഫേവർ നിന്റെ മേൽ ഇല്ലെങ്കിൽ, നീ ഒറ്റയ്ക്കാണെങ്കിൽ, പരിശുദ്ധാത്മാ പറയാം, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പിന്നീടുള്ള യോസഫിനെ നോക്കിക്കേ. വെറും ഒരു കൊമ്പായിട്ട് ഈജിപ്തിൽ വന്ന യോസഫ് അല്പനാൾ 13 വർഷത്തിന് ശേഷം സഹോദരന്മാര് വന്ന് നിന്ന് വണങ്ങുമ്പോൾ അവൻ കൊമ്പായിട്ടാണോ നിൽക്കുന്നത്? ഇന്ന് അവൻ നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ്. ചിലതൊക്കെ കൊടുക്കാനുണ്ട്. ചേട്ടന്മാര് വന്നപ്പം അവൻ അവന്റെ നന്മയെന്നാ കൊടുത്തത്, ഇല്ലേ? വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ഒരു വൃക്ഷം ഫലവത്താവുന്ന എന്താ? അതിന് ചിലത് കൊടുക്കാനുണ്ട്, ചില ഫലങ്ങൾ കൊടുക്കാനുണ്ട്. ഹല്ലേലൂയ. ചില തണല് കൊടുക്കാനുണ്ട്. ചിലർക്ക് തണലായിരിക്കും കൊടുക്കാൻ, ചിലർക്ക് ഫലമാ കൊടുക്കാനുള്ളത്. ഇവിടെ പറയുന്നത് ഫലവും ഉണ്ട്, തണലും ഉണ്ട് ഈ വൃക്ഷത്തിന്. ഹല്ലേലൂയ. നിങ്ങളിൽ എത്ര പേര് ആ ദേവദാരു ഇന്ന് രാത്രി സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പാ, എനിക്ക് വെറും ഒരു വൃക്ഷമാവണ്ട, എനിക്ക് ചിലതിന് കൊടുക്കണം. എന്റെ അടുക്ക വരുന്നവർ ചിലത് ഭക്ഷിക്കണം, ചില ഫലങ്ങൾ എനിക്ക് കൊടുക്കണം. തണല് വേണ്ടവർക്ക് തണല് കൊടുക്കണം എനിക്ക്. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കണമെങ്കിൽ നീ മനസ്സിലാക്കണം തണലില്ലാത്ത അവസ്ഥ. യോസഫേ, ആരും ഇല്ലാത്തവരുടെ വേദന മനസ്സിലാവണമെങ്കിൽ നീ ആരും ഇല്ലാത്തവനായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ചില കുഞ്ഞുങ്ങളോട് വീണ്ടും എനിക്ക് തലമുറയെ കുറിച്ചുള്ള ദൂത പരിശുദ്ധാത്മാവ് തരുന്നത്. ചില തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് പണിയണമെങ്കിൽ ദൈവം അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി പണിയാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവർ ചില രാജ്യങ്ങളിൽ ചെന്നാലേ, ഒറ്റയ്ക്ക് നിന്നാലേ അവർക്ക് ദൈവത്തിന്റെ വിളിയിലേക്ക് തിരിയാൻ പറ്റത്തുള്ളൂ. മുടിയനായ പുത്രന്റെ കഥ നമുക്കറിയാം. അവൻ അപ്പന്റെ കൂടെ നിന്നപ്പോ അവന് സുബോധം ഒന്നും ഉണ്ടതായിട്ട് എനിക്ക് തോന്നില്ല. അവൻ ഇങ്ങനെ ജീവിച്ചു പോവാ. എന്നാൽ ഒരു ദിവസം അപ്പൻ അനുവദിച്ചെന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അപ്പൻ വല്ലതും പറഞ്ഞോ? എന്തിനാണ് നീ എന്നോട് അവകാശം ചോദിക്കുന്നു വല്ലതും പറഞ്ഞോ? അപ്പൊ സന്തോഷത്തോടെ അങ്ങ് കൊടുക്കുമായിരുന്നില്ലേ? എന്തിന്? അപ്പൻ അറിയാം ഇപ്പൊ ഇവന്റെ മുമ്പിൽ ഇതൊക്കെ വലിയ സംഭവമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഇതിന്റെ വില മനസ്സിലാക്കണം, ഇവനൊന്ന് മാറി നിന്നേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അവനെ വില പഠിപ്പിച്ചത് അങ്ങനെ. അവൻ മാറിപ്പോയി. അത് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ അവിടെ പറഞ്ഞു അവന് സുബോധം വന്നെന്ന്, ഇല്ലേ? സുബോധം വന്നപ്പോൾ അവൻ അപ്പനെ മനസ്സിലാക്കാൻ പറ്റിയത്. സുബോധം വന്നപ്പോൾ അവന് സ്നേഹബന്ധങ്ങൾ മനസ്സിലായി. സുബോധം വന്നപ്പോൾ അവൻ അപ്പന്റെ വീടിന്റെ വില മനസ്സിലായി, അപ്പന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റി. ചില കുഞ്ഞുങ്ങൾ ചിലത് തിരിച്ചറിവിലേക്ക് വരണമെങ്കിൽ അവരെ കർത്താവിന് മുറിച്ചെടുത്ത് മാറ്റി നിർത്തി പണിതേ പറ്റൂ. ചില തലമുറകൾക്ക് ചെറിയ പ്രായം തൊട്ടേ ഫൈറ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യം മാതാക്കളോട് പറയാം, നിന്റെ തലമുറകളിൽ ചിലർക്ക് ആരുടെയും തലമുറകൾക്ക് ഇല്ലാത്ത ഫൈറ്റ് ഉണ്ടെങ്കിൽ, പോരാട്ടമുണ്ടെങ്കിൽ, അത് ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ആ പോരെന്തുകൊണ്ടെന്നറിയോ? ദൈവം അതിനെ ചെറിയ പ്രായത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്.
എവിടെയാണോ കഷ്ടത, ആ കോളിങ് ആ കുഞ്ഞിന്റെ മേലുണ്ട്. എന്റെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും എന്റെ ടെസ്റ്റിമണി ഞങ്ങൾ ഒത്തിരി റിജക്ഷൻസ് അനുഭവിച്ച കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാം, എന്റെ മമ്മി വേറൊരു വിശ്വാസത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ പോയാലും റിജക്ഷൻസാ, കളിയാക്കലുണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് ഈ ഒറ്റപ്പെടുന്നവരുടെ വേദന എനിക്ക് നല്ലതുപോലെ അറിയാം. മാറ്റി നിർത്തപ്പെടുന്നതിന്റെ വേദന അറിയാം, തള്ളിക്കളയുന്നതിന്റെ വേദന അറിയാം, വഞ്ചിക്കപ്പെടുന്നതിന്റെ വേദന അറിയാം. നമ്മളോട് കാര്യം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ചെയ്തു തരാതെ, കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കാത്തതിന്റെ വേദന എന്തെന്ന് എനിക്കറിയാം. അന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അപ്പ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ? എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് അങ്ങനെയുള്ളവർ എന്റെ അടുക്ക വന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും, ആ കൊച്ചൊറ്റപ്പെട്ട കുഞ്ഞാ, അവര് തകർക്കപ്പെട്ടതാ, അവർക്ക് ആരുമില്ല ഒന്ന് കേൾക്കാൻ. ചില സമയത്ത് ചിലർ രാത്രി 2 മണിക്ക് വിളിക്കും. ഞാൻ ഓടിപ്പോയി ഫോൺ എടുക്കും. എന്റെ ഹസ്ബൻഡ് പറയും, അവരോട് നാളെ വിളിക്കാൻ പറ. അപ്പൊ ഞാൻ പറയും, ഇല്ല ചച്ചാ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ആരും രാത്രി 2 മണിക്ക് പർപ്പസ്ലി ആരുടെ ഉറക്കം കളയത്തില്ലല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? രാത്രി 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കൊക്കെ ഒരു വേദന വരുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് ആരെങ്കിലും എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങളുടെ ഇടയിൽ? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും. പാതിരാത്രിക്കൊക്കെ എന്റെ ദൈവം, എനിക്ക് എന്റെ ഹൃദയം ഒന്ന് തുറന്ന് പറയാൻ ആരെങ്കിലും എന്നെ ഒന്ന് അപ്പുറത്തെ വശത്തൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സമയങ്ങൾ എന്റെ ലൈഫിലുണ്ട്. അന്ന് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ, നിനക്ക് ഇപ്പോൾ ആരില്ല നിനക്ക് തോന്നും, പക്ഷെ ഞാനുണ്ട്, ഞാൻ കേൾക്കാം നിന്നെ, നീ എന്റെ സന്നിധി ഇരിക്കും. ഞാൻ അങ്ങനെയാണ് രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. രാത്രിയാമങ്ങളിൽ ഞാൻ ടെറസിന്റെ ഒക്കെ മണ്ടയ്ക്ക് പോയിരുന്ന് വാവിട്ട് കരയുമായിരുന്നു. അപ്പ എന്റെ ലൈഫ് ഇതാണ്, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ഇപ്പൊ പണിയുന്ന എന്തിനാണെന്നറിയാമോ? നീ അനേകർക്ക് ഒരു ആശ്വാസമായി തീരണം. ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു ടെസ്റ്റിമണി ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ദൈവകൃപയാൽ അനേക കുഞ്ഞുങ്ങൾ എന്റെ അടുക്ക വരും. ചില രാത്രി 2 മണിക്ക് എന്നെ വിളിക്കും, ചേച്ചി, എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം, ചേച്ചി ഒന്ന് കേൾക്കാമോ, ഒന്ന് എന്നോടൊന്ന് സംസാരിച്ചാൽ മതി, അല്ലെ ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേട്ടാ മതി. ദൈവകൃപയാ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആ കോൾ എടുക്കുമ്പോൾ, ഞാൻ അവർ പറയുന്ന വേദനകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പറയും, ചേച്ചി ഞങ്ങളെ അന്ന് ആ കോൾ ഒന്ന് എടുത്തതാ, ഞങ്ങൾ തെറ്റായ ഒരു ഡിസിഷൻ എടുക്കാനത്. ഞാൻ തുറന്ന് പറയാം ദൈവമക്കളെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു മോൾ എന്നെ നാട്ടിൽ നിന്ന് വിളിച്ചു. ഇവിടത്തെ രാത്രി 2:30 അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനിങ്ങനെ പല കാര്യങ്ങളും, ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്ത് പെട്ടെന്ന് ഈ കോൾ ഞാൻ ആ അൺനോൺ നമ്പറാ. ഫോൺ എടുത്തതിനോട് ചേച്ചി, എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിച്ചോളാൻ പറഞ്ഞു. മോള് സംസാരിച്ചു തുടങ്ങി, വാവിട്ട് കരയുന്നുണ്ട്. അവൾ പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി, എനിക്ക് ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട് ചേച്ചി. പക്ഷെ ആ കൊച്ചു പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ചേച്ചിയുടെ ഫോൺ നമ്പർ ഇപ്പോഴും ആ മോൾ ഇങ്ങനെ പറഞ്ഞു, ആസാദിയിലെ ഫിന്നി പാസ്റ്ററിൽ നിന്ന് എന്റെ നമ്പർ മേടിച്ചത്. ആ മോൾ എന്നോട് പറഞ്ഞത്, എനിക്കറിയാം US ഇപ്പൊ രാത്രി 2:30 പക്ഷെ ഞാൻ കടന്നു പോകുന്ന ഈ സമയം എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം. ഞാൻ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് ഇതാ പറഞ്ഞത്, അപ്പുറത്തെ തലയ്ക്കൽ അക്സ ചേച്ചി ഫോൺ എടുത്താൽ അതിന്റെ അർത്ഥം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ആ ചേച്ചി ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം ഇന്ന് അവസാനിപ്പിക്കും. എനിക്ക് ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലാവും. ദൈവമക്കളെ, ഞാനിന്ന് പറയാൻ കാരണം, അന്ന് രാത്രി 1 മണിയായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. കിടക്കാൻ പലവട്ടം ഞാൻ റൂമിൽ പോയിട്ടും എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഉറങ്ങരുത്, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഇരിക്കും, ഡൈനിങ് ടേബിളിൽ അവിടെ വെറുതെ ഇരിക്കും. അവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, ഞാൻ ആ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് വചനം എടുക്കാൻ പറഞ്ഞു. ബൈബിൾ തുറന്ന് വെറുതെ വായിക്കും. എനിക്കൊന്നും ദൈവാത്മാവ് സംസാരിക്കും. ഞാൻ വെറുതെ ബൈബിൾ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഫോൺ അടിച്ചത്. ഞാൻ ആ കോൾ എടുത്തപ്പോൾ കുഞ്ഞ് പറഞ്ഞത് ഇതാ, ചേച്ചി അപ്പുറത്തെ തലയ്ക്ക് നിന്ന് അന്ന് എന്നെ കേൾക്കാൻ ഫോൺ എടുത്തില്ലെങ്കിൽ കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു. ഞാൻ അന്ന് മനസ്സിലായിരുന്നു. കാരണം ഞാൻ ഇപ്പൊ എന്നെ കേൾക്കാൻ സ്ക്രീനിൽ കാണുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, എന്നെ ദൈവം ഈ സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ആരും ചില സമയത്ത് വെറുതെ വിളിച്ചെന്ന് വരത്തില്ല കേട്ടോ. ജിസസിനോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, ആരും നമ്മുടെ ഫോണിൽ വെറുതെ വിളിക്കത്തില്ല നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ചിലര് വിളിക്കുന്നത് ഒരു ആശ്വാസവാക്കിനായിരിക്കാം, നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കാം, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം ചിലരെ റോങ് ആയ ഒരു ഡിസിഷനിൽ നിന്ന് മാറ്റുന്നത്. ഞാനിത് പറയാൻ കാരണം, പല കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കും പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ മക്കളുടെ ഹൃദയം നിങ്ങൾക്ക് അറിയാവുന്നു, അവർ കടന്നു പോകുന്ന സ്ട്രഗിൾസ് നിങ്ങൾക്ക് അറിയാവുന്നു? അവർ പറയത്തില്ല മിക്കപ്പോഴും. കാരണം എന്താ അറിയോ, നമ്മൾ ചാടിക്കേറി റിയാക്ട് ചെയ്യും. അവരുടെ തോന്നൽ പറഞ്ഞാൽ ചില മാതാപിതാക്കൾ കളിയാക്കും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മോള് പറഞ്ഞതാ, ചേച്ചി ഞാൻ കടന്നു പോകുന്ന ഒരു കാര്യം എന്റെ മമ്മിയോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറയാം, നിനക്ക് വട്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞങ്ങളുടെ ഒന്നും പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. മാതാപിതാക്കളെ, നമ്മുടെ പ്രായത്തിൽ നമ്മൾ കടന്നു പോയ ലോകമല്ല ഇന്നത്തെ ലോകം. നിങ്ങൾക്ക് അതറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടാൽ അവർ വേറെ ആരുടെയും പുറകെ പറയാൻ പോകത്തില്ല, നിങ്ങളോട് വന്ന് പറയും. ഇന്ന് പല മാതാപിതാക്കളും മക്കൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സമയവും ഇല്ല, നിങ്ങൾ കേൾക്കാൻ റെഡിയുമല്ല. അവരെന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ, ഒരു സ്നേഹബന്ധത്തെ കുറിച്ചായിരിക്കും പറയുന്നത്, അവർക്ക് കടന്നു പോകുന്ന വികാരങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യുന്നറിയോ, നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും, വിധിക്കും.
കുറ്റം പറയും, പിന്നെ അവർ നിങ്ങളോട് പറയത്തില്ല. ദൈവം ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയാ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കേൾക്കാമോ? അവരൊന്ന് അടുത്ത് വിളിച്ചിട്ട്, മോനെ എന്താ നിനക്ക് പറയാമോ, എന്നോട് പറ, അമ്മ കേൾക്കാം, അമ്മ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, മനസ്സിലായി. എന്നാൽ അടുത്ത തലമുറ അങ്ങനെ അല്ല. മനസ്സിലായോ? അവർക്ക് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ പല കുഞ്ഞുങ്ങൾ നശിച്ചു പോകത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്? മക്കളെ മാതാപിതാക്കളെ കൊല്ലുന്നത് ഒന്നുമില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടെന്ന് നമ്മളോടൊന്ന് ചോദിച്ചേ. വിശ്വാസി സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇന്ന്, ഇല്ലേ? പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. റീസൺ, നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്ത് കരയുന്നുണ്ട്? ഞാനിത് വീണ്ടും പറയുന്നത്, ചില കുഞ്ഞുങ്ങളെ ദൈവം ചിലരുടെ അടുക്കുന്ന മാറ്റുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതാ. ദൈവത്തിന് അവരെ സെപ്പറേറ്റ് ആയിട്ട് പണിയാൻ ആഗ്രഹമുണ്ട്. യോസഫിനെ മാറ്റിയാ പണിതത്, ദാവീദിനെ മാറ്റിയാ പണിതത്, ദാനിയേലിനെ മാറ്റിയാ പണിതത്. നമ്മൾ എല്ലാരെയും നോക്കി. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലാ പണിതത്, ഇല്ലേ? നിങ്ങൾ ഓർക്കണം, മാതാപിതാക്കളിൽ നിന്ന് ചിലതിനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ ചിലര്, ഇല്ല എന്റെ കൊച്ചിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ കൊച്ചു എന്റെ വീട്ടിൽ തന്നെ എന്റെ കണ്ണിന്റെ മുമ്പിൽ വളരണം. നിങ്ങളാണ് തലമുറയുടെ വിടുതൽ തടസ്സം. ഞാനിത് പറയുന്നതിന്റെ കാര്യം, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ എല്ലാം പറഞ്ഞു വിടണമെന്നല്ല. ഞാൻ പറയുന്ന അർത്ഥം അതേപോലെ എടുക്കണം. റോങ് ആയിട്ട് എടുക്കരുത്. ഈ വചനത്തെ മാറ്റി നിർത്തണമെന്നും അല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ എന്നാ പറഞ്ഞത്. ദൈവം പറയുക ഇന്ന രാജ്യത്ത് വിട്, ദൈവം പറയുക ഇന്ന കോളേജിൽ വിട്. അപ്പൊ അത് ഒത്തിരി ദൂരമല്ലേ? ദൈവം തുറന്ന വഴിയാണെങ്കിൽ അവിടെ പരിപാലിക്കാൻ ദൈവം ശക്തനാണ്. ഞാൻ ഇനി ദൂത് പറയാൻ കാരണം, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, കർത്താവിനോട് പറഞ്ഞ ചില വൃക്ഷങ്ങളെ ദൈവം പണിതാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ ഒരു വാക്കും കൂടെ അവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ. അതിന്റെ 23 അവസാനം വരുമ്പോ, അതിന്റെ കീഴിൽ പലവിധം ചിറകളെ പക്ഷികളൊക്കെയും പാർക്കും, അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. ഇതൊരു വൃക്ഷമായി തീർന്ന അനേകർക്ക് ആശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? യോസഫിന്റെ ജീവിതം വെച്ച് നോക്കിയേ, അനേക പക്ഷികൾ വന്ന് പാർക്കും. ഇസ്രായേലിലെ മുഴുവൻ ജനത, അവന്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ യോസഫിന്റെ കീഴിലാണോ വന്ന് പാർത്തത്? യോസഫ് കണ്ടത് വെറും നമസ്കരിക്കുന്നതാണെങ്കിൽ ദൈവം ഈ വചനത്തിൽ കൂടെ പറയുക, യോസഫേ, നീ ഒരു വൃക്ഷമായി തീർന്നാൽ നിന്റെ കുടുംബം മുഴുവൻ നിന്റെ അടുക്കലേക്ക് വരും, നിന്റെ കീഴിൽ അവർ അഭയം പ്രാപിക്കും. അതിന്റെ അർത്ഥം എന്താവാ? ദൈവം ചിലരെ മാറ്റി നടന്നതിന്റെ ഉദ്ദേശം നീ ഒരു ഫെയിലിയർ ആയിട്ടല്ല, നിന്നെ കൊള്ളത്തില്ലാഞ്ഞിട്ടല്ല. ഇന്ന് ചിലരോട് വീണ്ടും കർത്താവ് പറയും, ഈ വചനം യൂട്യൂബിൽ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചിലരോട് പരിശുദ്ധാത്മാവി പറയുക, നിന്നെ ആർക്കും വേണ്ട എന്നും, നീ മാറ്റി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ ദൈവം പറയാ, ഇന്നത്തെ നിന്റെ ഒറ്റപ്പെടൽ നാളെ അനേക ഒറ്റപ്പെട്ടവരെ, ആരും വേണ്ടാത്തവരെ, ചിലതിനെ ചേർത്ത് പിടിക്കേണ്ടതിന്, ചിലർക്ക് അഭയം കൊടുക്കേണ്ടതിന്, ചിലരെ മനസ്സിലാക്കേണ്ടതിന് ആ ഒരു കോളിംഗിലേക്ക് നിന്നെ ഇപ്പോ ഒരുക്കുക കർത്താവ്. എന്നിട്ട് പറയുന്ന വാക്ക്, യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താണിരുന്ന വൃക്ഷത്തെ ഉയർത്തും. പിന്നെ പറയാ, പച്ചയായ വൃക്ഷത്തെ ഉണക്കും, ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വലിയ വൻ മരങ്ങൾ പലപ്പോഴും കാണാൻ നമുക്ക് രസമാണ്, പക്ഷെ നിൽക്കുന്ന ഇപ്പൊ കണ്ടിട്ടുണ്ടോ? ഒരു കാറ്റ് വരും, ഇതങ്ങ് എന്താ പറഞ്ഞ താഴോട്ട് വീഴുന്നതാണ്, അല്ലേ? കണ്ടിട്ടുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ഞങ്ങളെ താമസിക്കുന്ന ഫ്ലോറിഡയിൽ ഹറിക്കേന്റെ സമയം. നിങ്ങളൊക്കെ ചിലപ്പം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിലൊക്കെ ഫ്രണ്ടിൽ കാണും, മിൽട്ടൺ. പേര് ഓർമ്മയുള്ളവർക്ക് അറിയായിരിക്കും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൂടെ അത് പാസ് ചെയ്തു പോയത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തുകൂടെ അത് പാസ് ചെയ്തു പോയത്. മനസ്സിലാവുന്നുണ്ടോ? അനേക നാശനഷ്ടങ്ങൾ പലർക്കും ഉണ്ടായി. ആ മിൽട്ടൺ പാസ് ചെയ്തു പോയ സമയത്ത് ഇത്ര മൈൽ സ്പീഡിൽ അത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ വീടിനകത്തിരുന്ന് ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടില് വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്, ഈ സൈഡ് വഴി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ അങ്ങ് വീഴുക. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ, അതായത് റോഡിന്റെ വശങ്ങളിലുള്ള വലിയ മരങ്ങളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഇത് എന്തോരൊക്കെ നാശനഷ്ടം ഉണ്ടായെന്നൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ ഞാൻ അച്ഛൻ എന്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. ഞാൻ നോക്കിയപ്പോ വൻമരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടേ. ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, നമ്മൾ വലിയ ബലം ഒന്നുമില്ലെന്ന് പറഞ്ഞ ഞാനൂല് പോലെ ഇരിക്കുന്ന കൊച്ചു ചെടികളില്ലേ, എന്റെ വീട്ടിലെ ഒത്തിരി കൊച്ചു ചെടി നിൽപ്പുണ്ട്, ഇതൊന്നും വീണിട്ടില്ല. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതൊരു അത്ഭുതമാണ് കേട്ടോ, വലിയ മരങ്ങളൊക്കെ വീണു, ഇത് ഇത്രയും കാറ്റ് വന്നിട്ട് ഇതെന്താ ഈ കൊച്ചു ചെടികളൊന്നും വീഴാഞ്ഞത്? ഞാൻ നോക്കിയപ്പോ മനസ്സിലായ ഒരു കാര്യം, ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ചെടികളുടെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു കുറെ ചെടികളുണ്ട്. അപ്പൊ എന്തുവാ, ഇതിന്റെ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക. മനസ്സിലായ ഞാൻ ഈ പറയുന്നത്? എന്നെ ദൈവം അന്നൊരു പരിശുദ്ധാത്മാവ് ഒരു ദൂത് എനിക്ക് നൽകി തന്നു. ചിലപ്പോൾ നമ്മൾ ആ കുഞ്ഞു ചെടികളാകട്ടോ, ചിലരൊക്കെ വീഴാതെ ദൈവം നമ്മളെ പ്രാർത്ഥനയുടെ ദൈവാത്മാവ് നിർത്തുന്നത് എങ്ങനെയാ? വലിയ വൻമരങ്ങളൊക്കെ വീഴുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഇതെന്ത് പറ്റി? ഇതെന്താ വീഴുന്നത്?
എന്ന് ചോദിക്കുമ്പോൾ ചിലരുണ്ട് ഇത്രയും പ്രതികൂലം വന്നിട്ട് ഇവരെന്താ വീഴാത്തത്? കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് നിന്റെ ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. നീ പോലും അറിയാതെ ചിലർ രാത്രി യാമങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലർ കരയുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ വർഷത്തെ പ്രഗ്നൻസി ഞാൻ കേട്ട ഒരു കാര്യമാണ്. അനേകർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റർ പലപ്പോഴും എനിക്ക് മെസ്സേജ്, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ പുറത്ത് കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരാ. ചിലരോട് ഞാൻ പറയാതെ പോലും ചിലർ പ്രാർത്ഥിച്ചു. ഞാൻ ആ പുറത്ത് കർത്താവ് ശരിയാ, അതൊക്കെയാ നിലനിന്ന് പോകുന്നത്. ഇത് നിലനിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ദൈവം എന്താ എന്നിക്കൂടെ ആഗ്രഹിക്കുന്നറിയോ? ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഇവിടെ പറയുന്നു ഉണങ്ങിയിരുന്ന വൃക്ഷത്തെ ദൈവം തഴപ്പിക്കുന്നു. അതിനകത്ത് എനിക്കൊരു ദൂതുണ്ട് പരിശുദ്ധാത്മാവി പറയാൻ. ചിലരെ നമ്മൾ നോക്കിയ പണ്ട് ഭയങ്കര ശുശ്രൂഷയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഇന്ന് എന്ത് തീർന്നു? പ്രാർത്ഥന കുറഞ്ഞു, വചനധ്യാനം കുറഞ്ഞു, ഉണങ്ങിയിരിക്കുക. ഇനി എന്താ ചെയ്യാനാ? തോന്നുന്നില്ല നടക്കുമെന്ന്. ഇനി ഒരു കാര്യവും എന്നെ കൊണ്ട് ഇനി കർത്താവിന് ഒരു പ്രയോജനമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, നീ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം, എന്നാൽ ദൈവമേ എന്നെ ഒന്ന് പണിയണേ, എന്നെ ഒന്ന് ഉപയോഗിക്കണേ ഇന്ന് രാത്രി ചോദിച്ചാൽ കർത്താവ് പറയുക, ഉണങ്ങിയിരിക്കുന്ന നിന്നെ തഴപ്പിക്കാൻ ഞാൻ ശക്തനായ ദൈവമാണ്. മനസ്സിലായോ? ഇവിടെ കർത്താവ് പറയുന്നത്, ഇവിടെ പച്ചയായുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിലത് അറിയത്തക്ക രീതിയിൽ ദൈവം ചില പ്രവൃത്തി ചെയ്യുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ചിലത് ദൈവം ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ അറിയും. ഈ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിച്ച രണ്ടുപേരെ ഞാൻ നിങ്ങൾക്കൊന്ന് സ്ത്രീകളെ പരിചയപ്പെടുത്താം. അതിലൊന്ന് സാറ, ഒന്ന് എലിസബത്ത്. ഉണങ്ങിയിരിക്കുമായിരുന്നു, പക്ഷെ ദൈവം അങ്ങോട്ട് തഴപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിസ്റ്റർ ഇങ്ങനെ വചനം പറയുന്നത് കേട്ടപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. പുതിയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, നമ്മളൊക്കെ സാറയുടെ മക്കളെന്നല്ലേ. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരുടെയും മക്കളാ? വിശ്വാസികളുടെ മാതാവായ, ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞങ്ങൾ വിശ്വാസികളുടെ മാതാവായ സാറയുടെ മക്കളാണ്. നമ്മൾ പെൺമക്കളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ അതിനകത്ത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അബ്രഹാം പറയുന്നുണ്ട്, ദൈവമേ നടക്കുമോ? എന്റെ ശരീരം നിർജീവമാ, സാറയുടെ ഗർഭപാത്രം നിർജീവമാ, നടക്കുമോ? എന്നാൽ കർത്താവ് പറയും, മോനെ എത്ര ഉണങ്ങിയതിനെ തഴപ്പിക്കാൻ എനിക്ക് കഴിയും, ബിക്കോസ് ഞാൻ സൃഷ്ടാവാ അല്ലേ. സൃഷ്ടാവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നിന്റെ നിർജീവമായിരിക്കുന്ന ചില അവസ്ഥകളെ പച്ച പിടിപ്പിക്കുവാൻ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ, വാക്തത്വം നിവർത്തിക്കണമെന്ന് ദൈവം നിർണയിച്ചാൽ, ദൈവം പറയുക, ഞാനത് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാര്യം പറയും. ഈ സാറ അവിടെ പറയുന്നു, അബ്രഹാം ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ കഥയിൽ ഇങ്ങനെ ആ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രഹാമും സാറയും യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു രാജ്യത്ത് വന്നപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, നീ ഇവിടെ എല്ലാവരോടും എന്റെ പെങ്ങളാന്ന് പറഞ്ഞാ മതി. എന്തുകൊണ്ടായിരിക്കും അബ്രഹാം അങ്ങനെ പറഞ്ഞത്? അബ്രഹാമിന് പേടിയുണ്ട്, എന്താ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷെ അബ്രഹാം പേടിച്ചതുപോലല്ലേ സംഭവിച്ചത്. രാജാവിന് എന്ത് തോന്നിയെന്നാ? അവളോട് ഇഷ്ടം തോന്നി. ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവിന് ഈ സാറയോട് ഇഷ്ടം തോന്നാൻ സാറയ്ക്ക് 25 വയസ്സാണോ അന്ന്? ഒന്ന് പറഞ്ഞേ, ആണോ സിസ്റ്ററെ? 25 വയസ്സുള്ള യുവ കോമള ആയ ഒരു യുവതിയാണോ സാറ? ആണോ? അല്ല. എന്റെ മുമ്പിൽ കുറെ അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആണോ? അല്ല. എത്ര വയസ്സ് കാണും? ഏകദേശം എത്ര വയസ്സ് കാണും? എന്റെ ഊഹം അനുസരിച്ച് ഏകദേശം ഒരു 80-85 വയസ്സ്. ഞാനൊരു ഊഹം കുറച്ച് പറയുക, അതിൽ കൂടുതലുണ്ട് കേട്ടോ. നോക്കിക്ക്, ഒരു രാജാവിന് 80 വയസ്സുള്ള സാറയെ ഇഷ്ടം തോന്നിയെന്ന്. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ദൈവം ചിലതിനെ തഴപ്പിച്ചാൽ യുവത്വം നിലനിർത്തുന്ന രീതി തന്നെ സാറയെ കൊണ്ടുവന്നിട്ട് സാറ പ്രസവിച്ചത്. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എന്നാന്നറിയാമോ? ഭയങ്കര ക്ഷീണമുള്ള സാറ ഗർഭിണിയായി പ്രസവിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ സിസ്റ്ററുടെ മെസ്സേജ് ഞാൻ അങ്ങ് ഷോക്കായി. ഞാൻ ഓർത്ത്, ശരിയാ, വാവ്. അതാ പറഞ്ഞ അബ്രഹാം പറഞ്ഞു, ഉള്ള കാര്യം അബ്രഹാം ഉള്ള പോലെ പറഞ്ഞു, എന്റെ ഭാര്യയുടെ ശരീരമൊക്കെ നിർജീവമാണ്. മനസ്സിലായോ? ഒരു കുഞ്ഞിനെ എടുക്കാൻ പോലുള്ള ആരോഗ്യം അമ്മച്ചിക്കില്ലെന്ന്. പക്ഷെ ദൈവം പറയുക, അവളുടെ വിശ്വാസം അവിടെ ഉള്ളിൽ ഉടലെടുത്തപ്പോൾ അവിടെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഈ വചനം എന്നോട് തന്നപ്പോ പറഞ്ഞത്, ഉണങ്ങിയിരുന്ന വൃക്ഷത്തെ ദൈവം തഴപ്പിക്കും. ഒറ്റ കാര്യം മതി, വിശ്വാസം. ആര് നിന്നെ നട്ടു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒന്ന് ഓർത്തെ. ഞാൻ ആ വചനം വീണ്ടും പോയിരുന്നു വായിച്ചപ്പം, ദൈവമേ, ഒരു രാജാവിന് സാറയോട് ഇഷ്ടം തോന്നാ മാത്രം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ വടിയും പിടിച്ച് കൂനി നടക്കുന്ന ഒരു സ്ത്രീയോട് രാജാവിന് ഇഷ്ടം തോന്നുമോ?
എത്ര വയസ്സായി അമ്മച്ചി? 85 വയസ്സായി മോനെ എന്നാണോ പറഞ്ഞത്? അല്ല. ദൈവം പിന്നെ ഇടപെടേണ്ടി വന്നു രാജാവിനോടല്ലേ? അവളെ തൊടരുത് ഇല്ലേ പറഞ്ഞോ? ദൈവം ഇടപെട്ടോ? ഇടപെട്ടു. അത്രയ്ക്ക് സാറായിൽ രൂപാന്തരം വന്നെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന അതുവരെ എന്തായിരുന്നു അറിയോ? പ്രായം ചെന്ന സാറ. പക്ഷെ അകത്ത്, അവിടെ യൂട്രസിനകത്ത് വ്യാപരിച്ച ഒരു ആത്മാവിന്റെ ശക്തി ഉണ്ട് കേട്ടോ. ഈ ശക്തി അവിടെ ശരീരത്തിലെ മസിൽസിനെ രൂപാന്തരപ്പെടുത്തി, ത്വക്കിനെ രൂപാന്തരപ്പെടുത്തി. ഒരാൾ കണ്ടാൽ പ്രായമുണ്ടെന്ന് പോലും തോന്നാത്ത നിലയിൽ അവിടെ അകവും പുറവും ദൈവം മാറ്റിയെടുത്തെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാ ചിലരോട് ആലോചന പറയുക, നിന്റെ നിർജീവമായ അവസ്ഥയിൽ സാഹചര്യങ്ങളെ നോക്കി പഴി പറയരുത്. പകരം ഹല്ലേലൂയ അവിടെ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരു തഴപ്പ് ദൈവം ആ തഴപ്പ് വൃക്ഷങ്ങളുടെ മേൽ കൊടുക്കുക. ഉണങ്ങിയിരിക്കുന്നതൊക്കെ തഴച്ചു വളരും. കുറച്ചു നാള് ഉണങ്ങിയിരിക്കുമ്പോ എല്ലാരും പറയും, ഓ ഇനി വലിയ പ്രതീക്ഷ ഒന്നുമില്ല, വെട്ടിക്കളഞ്ഞേക്കാം. കർത്താവ് പറയും, ഇല്ല, ഞാൻ തഴപ്പിക്കാൻ നിർണയിച്ച ഒരു സമയമുണ്ട്, അത് തഴയ്ക്ക തന്നെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പ്രായമായി. കാലേബ് അങ്ങനെ ആയിരുന്നു അല്ലേ? പ്രായമുണ്ട്, പക്ഷെ കാലേബ് പറയാ, അന്ന് പിടിച്ചടക്കുമ്പോൾ ഇന്നും എനിക്ക് പറ്റും. അതാ ക്രിസ്തുവിൽ, ആത്മാവിൽ ഹല്ലേലൂയ എരിവുള്ളവരുടെ പ്രത്യേകത. ആകയാൽ ഇന്ന് പരിശുദ്ധാത്മാ നിങ്ങളോട് പറയും, ഞാൻ ഈ മെസ്സേജ് നിർത്തുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ വീണ്ടും നിങ്ങളോട് ആലോചന പറയുക. ഹല്ലേലൂയ ഒറ്റപ്പെടലാണോ? ഹല്ലേലൂയ എല്ലാവരും ഇന്ന് മാറ്റി നട്ടേക്കുവാണോ? വേദനാപരമായ അവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? ചുറ്റുമുള്ള വൻ വൃക്ഷങ്ങൾ നിങ്ങളെ നോക്കി കളിയാക്കുവാണോ? നിങ്ങൾ യൂസ്ലെസ് ആണെന്ന് പറയുകയാണോ? കഴിവില്ലെന്ന് പറയുകയാണോ? പഴിക്കുവാണോ? ദൈവം മുകളിൽ നിന്ന് നിങ്ങളോട് പറയുക, മോനെ ഇപ്പൊ കൊമ്പെന്നാ പേര്, എന്നാൽ പേര് മാറും കേട്ടോ, ഭാവം മാറ്റും കേട്ടോ. ഞാൻ ഇപ്പൊ കൊമ്പെന്ന് വിളിച്ച് നിനക്ക് ഞാൻ ഒരു പേരിട്ടിട്ടുണ്ട്, ദേവദാരു. ലെബാനോനിലെ ദേവദാരു പോലെ നീ തഴയ്ക്കും. ഹല്ലേലൂയ. വെറും ഒരു പേരല്ല പരിശുദ്ധാത്മാ പറയുന്നേ. ലെബാനോനിലെ ദേവദാരുവിന് അനേക പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ആ ദേവദാരു വെറും ഒരു കൊമ്പായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ പറയുക, നീ അല്പനാൾ കൊമ്പായിട്ട് അവിടെ നിൽക്ക്. ഞാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. നിന്റെ വേരുകൾ ആ പർവ്വതത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങും. ഓരോ പ്രതികൂലത്തിലും നിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങും. അങ്ങനെ ആഴത്തിൽ ഇറങ്ങുമ്പോൾ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാൻ നിന്നെ നനച്ച് നിന്നെ വളർത്തി കൊമ്പുകൾ പുറപ്പെടുവിക്കും. ആ കൊമ്പുകളിൽ അനേക പച്ച ഇലകൾ വരും, ഫലങ്ങൾ വരും. ആ ഫലം അനേകർക്ക് ആശ്വാസമാകും. നിന്റെ ചില്ലകൾ അനേക പക്ഷികൾക്ക് കൂട് കൂട്ടത്തക്ക രീതിയിൽ. ഇന്ന് നിനക്ക് ആരുമില്ല, നിന്നെ തേടി ആരും വരുന്നില്ല അല്ലേ? ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എന്നെ വിളിക്കാൻ പോലും എനിക്ക് ഒരാളില്ല. എന്നെ ആർക്കും വേണ്ട സിസ്റ്റർ, എന്നെ ആരും വിളിക്കാറുമില്ല, എന്നോടൊരു ഹായ് പോലും പറയാറില്ല, എനിക്കൊരു മെസ്സേജ് അയക്കാറില്ല. എന്നെ ആർക്കും വേണ്ട. ഈ ആർക്കും വേണ്ട എന്ന് പറയുന്ന നിന്നെ ദൈവത്തിന് വേണം. ദൈവം പറയുക, ഞാൻ നിന്നെ വളർത്തുമ്പോൾ അനേക പക്ഷികൾ നിന്നെ തേടി നിന്റെ അടുക്ക വരുമെന്ന്. എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ശക്തമായിട്ട് പരിശുദ്ധാത്മാ എന്നോട് പറയുക, ഇന്ന് നിന്റെ ഫോണിൽ ആരും വിളിക്കുന്നില്ല, ഇന്ന് നിനക്ക് മെസ്സേജ് ആരും അയക്കുന്നില്ല, ഇന്ന് നീ ഒറ്റപ്പെട്ട് തഴയപ്പെട്ടേക്കുവാ. പരിശുദ്ധാത്മാ പറയുക, മോനെ നീ നാളെ ഒരു വൃക്ഷമായി തീരുമ്പോൾ നിന്റെ ചിറകിൽ, നിന്റെ കൊമ്പുകളിൽ ഹല്ലേലൂയ അഭയം പ്രാപിക്കുവാൻ, നിന്നിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ അനേക പക്ഷികൾ നിന്റെ അടുക്കൽ വരും. അതിന് നീ എന്ത് ചെയ്യും? അവര് വന്ന് പാർക്കുന്ന, വെറുതെ വന്നിട്ട് പോവല്ല. മനസ്സിലായോ? ഈ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ കൊമ്പ് തീർന്നെന്നാ. എന്നാൽ ഇപ്പോൾ ഈ വൃക്ഷങ്ങളുടെ മുമ്പിൽ നോക്കുമ്പോ ദാണ്ട് ഉയർന്ന് ദേവദാരു ഭയങ്കര പൊക്കമുള്ളതാ. പൊക്കം വെച്ച് ഓരോ പ്രതികൂലം കഴിയുമ്പോൾ ഇത് പൊക്കം വെക്കുന്നതാ കാണുന്നത്. താഴോട്ട് പോകുന്ന അല്ല വൃക്ഷങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഉയർന്നിരുന്ന വൃക്ഷത്തെ താഴ്ത്തുവെന്ന്. ഈ ഉയർന്നിരുന്ന വൃക്ഷം എങ്ങനെ താഴുന്നെന്ന് അറിയാമോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ദൈവം മേലിൽ നിന്ന് ചുറ്റിക്ക് വെച്ച് അടിച്ചിതിനെ താഴ്ത്തുന്നാണോ? ആണോ? ഉയർന്നിരുന്ന വൃക്ഷം എങ്ങനെ താഴുന്നേ? ഉദാഹരണം, ഇപ്പൊ ഇതൊരു വൃക്ഷമാണെന്ന് വിചാരിക്കട്ടെ, ഇതൊരു കുഞ്ഞു കൊമ്പ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇത് കൊമ്പ, നമ്മൾ പറഞ്ഞ കൊമ്പ്. ഇതൊരു ഉയർന്ന വൃക്ഷമാ, ഇതിങ്ങനെ നിൽക്കുക. കൊമ്പ് നോക്കുമ്പോൾ ഇതിപ്പോ ഉയർന്ന വൃക്ഷമാ. ഈ വൃക്ഷത്തിന് ഈ കൊമ്പിനോട് ഒത്തിരി പരിഹാസമുണ്ട്. കാണാം, എത്ര നാളിത് പോകുന്നു കാണാം, അടുത്തൊരു കാറ്റ് വരുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അനേക കുഞ്ഞു സുവിശേഷകന്മാരൊക്കെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. ശുശ്രൂഷകന്മാർ എഴുന്നേക്കുന്നുണ്ട്, ബാലന്മാരെ ദൈവം എഴുന്നേപ്പിക്കുന്നുണ്ട്, യുവതികളെ എഴുന്നേപ്പിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും അടിച്ചമർത്തും. പക്ഷെ കർത്താവ് അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ,
കർത്താവ് ആ തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദൂത് പറയുക പരിശുദ്ധാത്മാവില്. ഹല്ലേലൂയ. ഈ ഉയർന്നിരിക്കുന്ന വൃക്ഷം ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഈ കൊമ്പിന് പറയാൻ ഒന്നുമില്ല കേട്ടോ. ഉള്ള കഴിവുകളും ഉള്ള താലന്തുകളും വെച്ചായിരിക്കും അവർ പാട്ട് പാടുന്നത്. അറിയാവുന്ന വചനമൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. നിനക്ക് അറിയാവുന്ന കൃപയായിരിക്കും നീ ഉപയോഗിക്കുന്നത്. പക്ഷെ നീ ഇന്ന് ഒത്തിരി അടിച്ചമർത്തലുകൾ ഏൽക്കുമ്പോൾ കർത്താവ് പറയുക, പതുക്കെ പതുക്കെ നീ വളരാൻ തുടങ്ങും. വളർന്ന് 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 വരുമ്പോൾ നിന്നെ ദൈവം ഒരു വൃക്ഷമാക്കുമ്പോൾ, ഈ വൃക്ഷത്തിനെ ഒന്നും ദൈവം ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഈ വൃക്ഷമായിട്ട് ദൈവത്തിന് ഒരു കണക്ഷനും ഇല്ല. മനസ്സിലായോ? ഇത് ഉയർന്നപ്പോൾ ഇതിന്റെ ഉയർച്ചയുടെ മുമ്പിൽ ഇത് തന്നെ താന്നോളൂ. അല്ലാതെ അടിച്ചമർത്തണ്ടെന്ന് ആരും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒരു വൃക്ഷത്തിന്റെ ഹൈറ്റ് കൂടുമ്പോൾ മറ്റേ വൃക്ഷം ഓട്ടോമാറ്റിക്കലി താണോളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് അങ്ങനെ കാണാം. ചിലതിനെ ദൈവം പറിച്ച് നട്ടു വളർത്തുന്ന ചിലതിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം പറിച്ചെടുത്ത് നട്ടത് തുടക്കമൊക്കെ സാധാ തുടക്കമായിരുന്നു. മനസ്സിലായോ? ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും അപമാനത്തിൽ കൂടിയും ഒക്കെ വളർന്നു വന്നതാ. ഞാൻ അങ്ങനെ വളർന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. വലിയ വൃക്ഷമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ ആ കൊമ്പിന്റെ സ്റ്റേജിൽ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. അനേക കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുമ്പോൾ, അനേകർ ആശ്വാസം വിളിക്കുമ്പോൾ എനിക്ക് ദൂത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ശരിയാപ്പാ, അങ്ങാ നട്ടത്. ഹല്ലേലൂയ, പറിച്ചെടുത്തതിന് നന്ദി, ഇവിടെ കൊണ്ട് നട്ടതിന് നന്ദി. ഹല്ലേലൂയ. അതുകൊണ്ട് അനേകം ഒറ്റപ്പെടുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാ. ഹല്ലേലൂയ. എനിക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേച്ചി, അവരെന്നെ കളിയാക്കുക, അവരെന്നെ പരിഹസിക്കുക, ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞാൻ പറയും എനിക്ക് മനസ്സിലാവും. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ വേദന. മനസ്സിലായി ഞാൻ പറയുന്നേ? ചില വീട്ടമ്മമാർക്കും അങ്ങനെ ഉണ്ടല്ലേ, ചില അടിച്ചമർത്തലുകൾ കുടുംബത്തിൽ നിന്ന് തന്നെ. മനസ്സിലായോ? വലിയൊരു പ്രാർത്ഥനക്കാരി വന്നേക്കുന്നു. ചിലരുണ്ട് ചില സ്വപ്നമൊക്കെ പറയുമ്പോൾ ചിലരും കളിയാക്കും. പിന്നെ ഇതൊക്കെയാണോ സ്വപ്നം? ദർശനം കാണുമ്പോഴേ ഇതൊന്നും ദർശനമല്ല. അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യും? മുടയിലെ അങ്ങ് ഉള്ളിക്കളയും. പിന്നെ അവർ ആ ഏരിയ ഒന്നും ഇതാവത്തില്ല. ഞാൻ പറയും കുറവുകളുണ്ട്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാനിത് തുറന്ന് പറയുക കേട്ടോ. എനിക്കറിയാം ഇത് യൂട്യൂബിൽ വരും, അനേകർ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുക. ഈ യൂട്യൂബിൽ തന്നെ അനേക കുഞ്ഞു പിള്ളേരൊക്കെ ശുശ്രൂഷിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ അടി വരുന്ന കമന്റുകളും വായിക്കുന്ന ഒരാൾ. ഞാൻ പ്രസംഗിക്കുന്നത് അതിന്റെ അടിയിൽ വന്ന് ഒത്തിരി പേര് നെഗറ്റീവ് കമന്റ്സ് പറയാറുണ്ട്. ചില മിനിസ്ട്രിയെ ആക്ഷേപിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊന്നും ചഞ്ചലപ്പെടാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ? കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്. എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, എന്നും എല്ലാ ശുശ്രൂഷയ്ക്കും പ്രതികൂലം ഉണ്ടായിരുന്നു. യേശു കർത്താവിന് പ്രതികൂലം ഉണ്ടായിരുന്നു. യേശുവിന് കിട്ടിയ കോമന്റ്സിന്റെ അത്രയും വേറെ ആർക്കും കമന്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഓർത്തു, ഇന്ന് ആ യൂട്യൂബ് കമന്റ് ഒക്കെ വന്നല്ലേ. യേശുവിന് ലൈവായിട്ടായിരുന്നു കമന്റ്. ഇല്ല, ഇന്ന് രാവിലെ ഞാൻ വചനം ധ്യാനിച്ചത് അതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 22-23 അധ്യായം. അതിനകത്ത് പറയാ, ചിലർ യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് അടുക്കൽ വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, തിരിച്ചു മേടിക്കും. അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഇങ്ങോട്ട് മേടിക്കുക. കണ്ടിട്ടുണ്ടോ? ചിലർ ഇങ്ങോട്ട് ശുശ്രൂഷയിൽ അങ്ങോട്ട് വളർന്നു വരുമ്പോഴത്തേന് അവർക്കെതിരെ ഒരു നോട്ടം ഇടും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇടുക, അവരെ മുളയിലെ ഞുള്ളിക്കളയുക. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ദൈവമക്കളെ. പകരം തെറ്റുണ്ടോ? ഒരാൾ വചനം ശുശ്രൂഷിക്കുന്നതിനകത്ത് തെറ്റു വന്നാൽ, ഒരു കുറവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവമക്കൾ എന്നുള്ള നിലയിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ അവരെ സ്നേഹത്തിൽ വിളിച്ച് അവരോട് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ആ പറഞ്ഞത് തെറ്റാ, അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാ. അവരെ വളർത്താനാണ് നോക്കേണ്ടത്, മുറിച്ച് കളയാനല്ല, മറ്റുള്ളവർ മുമ്പിൽ ആക്ഷേപിക്കാനല്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പുതിയ നിമിത്തി വരുമ്പോൾ അപ്പല്ലോസ് വചനം ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? അവിടെ പ്രിസില്ലയും അവർ കുടുംബമായിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ, സ്നാനത്തെ കുറിച്ച് പഠിപ്പിച്ച തെറ്റാന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നാൽ അവരെ മാറ്റി നിർത്തി സ്നേഹത്തിൽ വിളിച്ചു പറയുന്നതിന് പകരം ഒരിക്കലും ചാനലുകളിൽ വന്ന് നിങ്ങൾ ആരെ ആക്ഷേപിക്കരുത്. ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കണം. ബൈബിളിൽ പറയുന്നു, ഈ ചെറിയ ഒരുത്തിന് ഇടർച്ച നീ വരുത്തിയാൽ, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? എന്തോ പറഞ്ഞിരിക്കുന്നേ? ഒരു തിരികല് കെട്ടി അവനെ എവിടെ കൊണ്ടുവരണം? ഇന്ന് അനേകർ ഇടർച്ചയ്ക്ക് വേണ്ടി എഴുന്നേറ്റിക്കുവോ? ചെയ്യരുത് ദൈവമക്കളെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ട്. ഞാൻ പറയുക, നിങ്ങൾക്കറിയാവുന്ന ഒരു ശുശ്രൂഷകയാണോ? എനിക്കറിയാം ജെസിസ്റ്റയുടെ ചാനൽ ഒരുപാട് പേര് വചനം ശുശ്രൂഷിക്കാൻ വരുന്നുണ്ട്, യുവതലമുറകൾ വരുന്നുണ്ട്, ഇല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെസ്സേജ് പറയുന്ന ഒരു ദേവദാസന് ജോഷുവ. ഈ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ. എന്തോ കർത്താവിനാൽ അഭിഷക്തനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പയ്യനാ. കുറവുകൾ കാണും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വചന ശുശ്രൂഷിക്കാൻ ചിലപ്പോൾ എന്നിൽ കുറവ് കണ്ടേക്കാം. നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ 100 കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ മെസ്സേജിൽ നിന്ന് കണ്ടേക്കാം. നിങ്ങൾ എന്നെ വിളിക്ക് സിസ്റ്ററെ, ഇന്ന കുറവുണ്ട് കേട്ടോ. വചനം പറഞ്ഞപ്പം വാക്കുകളാ, തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളൊക്കെ വന്നേക്കാം. നിങ്ങൾ എന്നെ വിളിച്ച് പറ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ എന്നെ വിളിക്ക്. സിസ്റ്ററെ നമ്പർ എടുക്ക്. സിസ്റ്ററെ, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്. മോളെ, നീ വളരണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനൊരു കുറവ് പറയുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം.
നിങ്ങൾ അങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് വളർത്തിയെടുക്കാവോ? നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടെന്ന് ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും എത്ര ജനറേഷൻ ഈ കാലഘട്ടത്തിൽ വളർത്താൻ പറ്റുമെന്ന് അറിയാമോ? പകരം ഇന്ന് വൻ മരങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കൊച്ചു കൊമ്പുകളെ അടിച്ചമർത്തുകയാണ്. എന്നേക്കും നിങ്ങളോട് ഞാൻ പറയുന്ന വേദന കൊണ്ടാ. അനേക തലമുറകൾ എന്നോട് പറയുന്നത് ഇന്ന് അവർക്ക് ചർച്ച വരാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് പറയുകയാ. അനേക യുവതലമുറകളോട് ചർച്ചിൽ പോകാൻ പറയുമ്പോൾ അവർ പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? എന്നോട്, ചേച്ചി ചർച്ചിൽ മാത്രം പോകാൻ പറയില്ല, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ഞങ്ങളുടെ ഡ്രസ്സിന് കുറ്റം, ഞങ്ങൾ ഇരുന്ന് പാടുന്നതിന് കുറ്റം, കൈയടിക്കുന്നതിന് കുറ്റം, എല്ലാത്തിനും കുറ്റാ ചേച്ചി. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ചർച്ചിൽ പോകണ്ട. ഈ കൊച്ചു കൊമ്പുകളാന്ന് ഓർക്കണം കേട്ടോ. വൻ മരങ്ങളെ താഴ്ത്തി ദൈവം ഒരു കാലത്ത് ഈ തലമുറ എഴുന്നേൽപ്പിക്കും. അന്ന് ഈ ഉയർന്നിരുന്ന വൃക്ഷത്തെക്കാളൊക്കെ ഇത് ഉയരുമ്പോൾ ഇന്ന് ഉയർന്നിരിക്കുന്ന വൃക്ഷങ്ങൾ, ഇന്ന് അവരെ പകയ്ക്കുന്ന വൃക്ഷങ്ങൾ താണു പോക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമാണെങ്കിൽ, ദൈവസ്നേഹമുള്ള ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ സ്നേഹത്തിൽ വചനം പറയുന്നത് പോലെ സ്നേഹത്തിൽ ആദ്യം അവരുടെ തെറ്റുകൾ അവർക്ക് പേഴ്സണലി വിളിച്ചു പറയുക. അവരെ ആക്ഷേപിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കൊച്ചു പൈതങ്ങൾ അല്ലെങ്കിൽ യുവതലമുറകൾ വളർന്നു വരുമ്പോൾ അവരെ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ച്. നമ്മുടെ കുഞ്ഞുങ്ങൾ യൂട്യൂബിൽ ഈ വിമർശനങ്ങൾ കാണുവാന്ന്, ഈ വിമർശിക്കുന്ന ദേവദാസിമാര് യൂട്യൂബിൽ അവരെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കേൾക്കത്തില്ല. മനസ്സിലായോ? ഞാൻ അതുകൊണ്ട് പറയുക, സ്നേഹത്തിലുള്ള അഭ്യർത്ഥന, കൊച്ചു കൊമ്പുകളെ പാടെ കളയരുത്. ദൈവം അവരെ മാനിക്കുന്ന ഒരു സമയം വരും. ശുശ്രൂഷന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു സമയം വരും. ദൈവം ഞാൻ പറയാ, സ്നേഹത്തിൽ അവരോട് പറ, മക്കളെ ഒരു തെറ്റ് വന്നുപോയി, മോനെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പ്രസംഗിക്കരുതേ, ഇങ്ങനെ പ്രസംഗിക്കണം, ഇങ്ങനെ വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. ആ പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്, പറഞ്ഞതാ. ഞങ്ങളെപ്പോലുള്ളവർ, ഞാനൊക്കെ കുമ്പോൾ ഞങ്ങളൊക്കെ വളർന്നു വരും, ഞങ്ങൾക്കൊക്കെ പറഞ്ഞതാ. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. പകരം അടിച്ചമർത്തലുകളും കുറ്റപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളും നമുക്കൊന്ന് നിർത്താം. അതുകൊണ്ടാ ഇന്നത്തെ ആത്മീക സമൂഹത്തെ ചുറ്റുമുള്ളവർ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരായി അനേകർ മാറിയേക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. അനേകർക്ക് ഈ മാർഗത്തെ വെറുപ്പായിക്കൊണ്ടിരിക്കുക. അതിന് നമ്മൾ കാരണക്കാരാണെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഒരു ദിവസം. ഇളം കൊമ്പുകളെ, ഈ ചെറിയ എളിയവരായവരെ നിങ്ങൾ ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. വചനം അത് അങ്ങനെ തന്നെ പറയുന്നു. ഈ വചനം ഞാൻ ഇന്ന് പറയുന്നതിന്റെ കാരണം, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എന്റെ ഉള്ളിൽ ആത്മാവിൽ പ്രേരണ തരുന്നതും ഒരു വേദന തരുന്നതും അങ്ങനത്തെ വിഷയങ്ങളാണ്. ഞാൻ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കൈമാറുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് അനേകരെ താങ്ങാനാണ്. നിങ്ങൾ എത്ര പേര് തയ്യാറാ? കർത്താവെ, ഞാനൊരു ഇളം കൊമ്പാ, ഞാൻ ആത്മീയത്തിലൊരു ഇളം കൊമ്പാ. ഞാൻ അത് സമ്മതിക്കാതെ മക്കളെ, ഞാൻ വലിയ വൃക്ഷമൊന്നുമല്ല, ഞാൻ ഇളം കൊമ്പ് തന്നെ ഇന്നും. എന്നാൽ ഈ ഇളം കൊമ്പുകളെ ദൈവം ആഗ്രഹിക്കുന്നത് വലിയ വൃക്ഷമാകുമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വലിയ പബ്ലിസിറ്റി, വലിയ ആളാകുന്നല്ല, കർത്താവിന്റെ വേലയിൽ വളർന്നു വരുന്ന കാര്യം ഞാൻ പറയുന്നത്. പണക്കാരാകുന്നതും രാജ്യങ്ങളെ കീഴടക്കുന്നൊന്നും അല്ല. ദൈവത്തിന്റെ വേലയിൽ നമുക്കൊന്ന് വളർന്നു വരാം. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നതിൽ നമുക്കൊന്ന് വളർന്നു വരാം. അനേക യുവതലമുറകളെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതിൽ നമുക്കൊന്ന് വളർന്നു വരാം. അനേക യുവതലമുറകൾക്ക് നിങ്ങൾ ഒരു അഭയം കൊടുക്കാമോ? ഒരു തണല് കൊടുക്കാമോ? അനേക കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യത്തില്ല ദൈവമക്കളെ. അനേക പെൺകുഞ്ഞുങ്ങൾ വേറെ മാർഗത്തിൽ പോകത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ന് അനേക കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അനേക കാര്യങ്ങൾ അഡിക്ഷൻസിൽ പൊക്കൊണ്ടിരിക്കുക. ആരെങ്കിലും തുറന്നു പറയണ്ടേ? വിശ്വാസി സമൂഹങ്ങളിൽ മക്കളിൽ നടക്കുന്നുണ്ട് ഈ അഡിക്ഷൻസ്. ഡ്രഗ് അഡിക്ഷൻസ് ഉള്ളവരെ എനിക്കറിയാം. മറ്റു പല കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹം ഇതിനെ കുറിച്ചൊന്നും പ്രസംഗിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ചേർത്ത് പിടിക്കാൻ എത്ര പേരുണ്ട്? കുറവ് വരട്ടെ, നിങ്ങളുടെ സഭയിൽ കാണും, പാപം ചെയ്ത കുഞ്ഞുങ്ങൾ കാണും, കുറവുള്ള കുഞ്ഞുങ്ങൾ കാണും. അവരെ അടിച്ചമർത്തി സഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഒന്ന് അവരെ അടുത്ത് വിളിച്ച്, മോളെ എന്താടാ പറ്റിയത്, എന്തുകൊണ്ടാ മോൻ ആ തെറ്റ് ചെയ്തെന്നൊന്ന് ചോദിച്ചു നോക്ക്. എത്ര ആന്റിമാർക്ക് ഇന്ന് തയ്യാറാ അങ്ങനെ ഒന്ന് ചെയ്യാൻ? എന്റെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ, ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ആരും കൺസിഡർ ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, അവരൊന്ന് ചേർത്ത് പിടിക്കാമോ? അവരോടൊന്ന് ചോദിക്കാം, മക്കളെ എന്താടാ പറ്റിയത്? ചിലപ്പോ ആ ഒരു വാക്ക് മതി ദൈവമക്കളെ അവർ മാറാൻ. അവരെ അംഗീകരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ തിരിച്ചു വരും. ഇന്ന് ആരും വരാത്തതിന്റെ കാരണം എന്താ? നമ്മളും അവരെ കുറ്റപ്പെടുത്തോ കൂടെ നിന്ന്? അല്ലേലും എനിക്കറിയാം അവൻ അങ്ങനത്തെ ഒരുത്തനാണ്, അല്ലേലും എനിക്കറിയാം അവൻ അങ്ങനത്തെ ആണ്, ആ കുടുംബമേ അങ്ങനെ. ജഡ്ജ്മെന്റാ, വിധിയാ. പകരം ഇന്ന് കർത്താവ് പറയുക, ഇന്ന് വിധിക്കുന്ന നിങ്ങൾ, എന്റെ മമ്മി എപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്തയില വീഴുന്നത് കണ്ട് പച്ചയില ചിരിക്കരുതെന്ന്. കേട്ടോ, പഴഞ്ചൊല്ലാണെങ്കിലും ഞാൻ ഈ വചനത്തിൽ നിന്ന് ഒരു കാര്യം പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട് അതേ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പറയട്ടെ. എന്തുവാ? തഴച്ചിരിക്കുന്ന വൃക്ഷത്തെ ദൈവം ഉണക്കൂന്ന്. ഇന്ന് തഴച്ചിരിക്കുന്നതും ഉണങ്ങിയവരെ കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ ആയിരിക്കാം. നാളെ നീയും ഉണങ്ങും.
ദൈവം ഉണക്കും. അതിന് പകരം മറ്റൊരാൾ ഉണങ്ങിപ്പോയാൽ തഴച്ചിരിക്കുന്നു എന്ന് തോന്നുന്നവരെ ചിരിക്കരുത് കേട്ടോ, ചിരിക്കരുത് കേട്ടോ, പഴിക്കരുത് കേട്ടോ, ആരെയും പോയിന്റ് ചെയ്യരുത് കേട്ടോ, വിധിക്കരുത് കേട്ടോ. നാളെ ഈ കൊമ്പിനെ മാനിക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. അങ്ങനെ മാന്യത കിട്ടിയ എത്ര പേരുണ്ട് ഇവിടെ? ഒരു കാലത്ത് നിന്നയും പരിഹാസവും അപമാനങ്ങളും ഏറ്റത്. ഹല്ലേലൂയ. ഇന്ന് ദൈവം മാന്യത തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാ. കർത്താവ് നട്ടത് കൊണ്ടാ, കർത്താവ് വളർത്തിയത് കൊണ്ടാ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാനൊരു തുറന്നു പറച്ചില്ല ഇന്ന് നടത്തിയത്, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അനേക കുഞ്ഞുങ്ങളുടെ വീഴ്ച കണ്ട് സങ്കടപ്പെടുന്നോണ്ട് പറയുക. എനിക്കൊരു ഭാരം തന്നിട്ടുണ്ട് ദൈവം യുവതലമുറകളെ ഓർത്ത്. ഞാനത് കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് പോവാ. മനസ്സിലായോ? കാരണക്കാരൻ നമ്മൾ ഓരോരുത്തരും. ഞാനും അതിനകത്തുള്ള ആളാ കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ആരെയും വിധിക്കണ്ട, നമുക്ക് ആരെയും കുറ്റം പറയണ്ട. അവരെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? അവർ ഇളം കൊമ്പുകളാ, അവർക്ക് അറിയില്ല, അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറയാം, മക്കളെ പോട്ടടാ, സാരമില്ല, കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ദൈവം നമ്മളെ നോക്കി നമ്മൾ പെർഫെക്റ്റ് ആണോ? അല്ല. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മക്കളെ പോട്ടടാ, സാരമില്ലടാ, ദൈവം ഇത് സ്ഥിതിയൊക്കെ മാറ്റം വരും എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വരും ആരാധനയ്ക്ക്. മാനസാന്തരപ്പെട്ടെന്നിരിക്കും, നാളെ അവനൊരു ശുശ്രൂഷകനായെന്നിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പാ, ഞാനൊരു ഇളം കൊമ്പ, ഇന്ന് ഞാൻ ഒറ്റപ്പെടലില്ല, ഇന്ന് ഞാൻ വേദനയില്ല, പക്ഷെ അപ്പ എന്നെ പറിച്ച് നടുവാന്ന് ഞാൻ വിശ്വസിക്കുക. ആ നട്ടെടുത്ത് നിൽക്കാൻ ഞാൻ സന്നദ്ധനാ. പ്രതികൂലമുണ്ട്, കാറ്റുണ്ട്, എന്നാൽ എന്റെ കർത്താവ് എന്നെ തഴപ്പിക്കും. ഒരു ദിവസം ഞാനൊരു വൃക്ഷമായി തീരും. അന്ന് മറ്റുള്ളവരുടെ റിവെഞ്ചിനല്ല, ഓ കണ്ടോ കർത്താവ് എന്നെ മാനിച്ചെന്ന് പറയാനല്ല, പകരം ഞാൻ അനേകർക്ക് ഒരു ആശ്വാസമായിക്കോളാം. ഞാൻ അനേക പക്ഷികൾക്ക് അല്ലെങ്കിൽ പാർപ്പിടമാകുന്ന ഒരു വൃക്ഷമായി, അനേകർക്ക് ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായി ആകാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ ഒറ്റപ്പെടലുകൾ കണ്ട്, തഴച്ചിലുകൾ കണ്ട് ഞാൻ ഹല്ലേലൂയ പതറുന്നില്ല. എന്റെ അപ്പ എന്റെ കൂടെയുണ്ട്. എത്ര പേരാ വചനത്തിന് മുമ്പിൽ താഴ്ത്തുന്നു? ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ എല്ലാവരും അപ്പന്റെ അടുക്കിലേക്ക് വരിക. അനേക തഴച്ചിലുകൾ, അനേക ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. എന്നാൽ അപ്പ നട്ടതായതുകൊണ്ട് ആ കൃപയിൽ ഞങ്ങൾ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന അപ്പായെ ആരെയും ഞങ്ങൾക്ക് വിധിക്കണ്ട. അനേക കൊമ്പുകളുണ്ട് ഞങ്ങളുടെ ചുറ്റും, ഞങ്ങളെ പോലെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്, അവരെ വിധിക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒന്ന് സ്നേഹിക്കുവാൻ, അവരെ ഒന്ന് കരം പിടിച്ചുയർത്തുവാൻ ഉള്ളൊരു നല്ല മനസ്സ്, എന്റെ യേശുപ്പാട പോലത്തെ ഒരു മനസ്സ് ഞങ്ങൾക്ക് തന്നാട്ടെ. അപ്പാടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണുവാൻ, അപ്പാടെ ഹൃദയം പോലെ ആ ഹൃദയം ഞങ്ങൾക്ക് തന്നാട്ടെ. അവരെ സ്നേഹിക്കുവാൻ, അവരുടെ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങളിലേക്ക് തന്നാട്ടെ. ഞങ്ങളുടെ യുവതലമുറകളെ വളർത്തുവാനുള്ള ഒരു നല്ല കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തന്നാട്ടെ. താഴ്ത്തി ഏൽപ്പിക്കുന്നു, ഈ വചനത്തിനും അടിയനെ ഏൽപ്പിക്കുന്നു, കേട്ട ഓരോ വ്യക്തികളെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെട്ടാട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഈ വചനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഈ വചനം അതിന്റെ ക്രിയ ചെയ്യട്ടെ. ഒരു യോസഫിനെ മാനിച്ചതുപോലെ, ഒരു ദാവീദിനെ മാനിച്ചതുപോലെ, ഒരു ദാനിയേലിനെ മാനിച്ചതുപോലെ ചില മാന്യതകൾ ഈ ജനത്തിന്റെ മേൽ ദൈവം അയച്ചാട്ടെ. വചനം അങ്ങയുടേത്, പറഞ്ഞ അടിയനും അങ്ങയുടേത്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.